ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭയും അഭിഷക്തനും എനിക്ക് നൽകിയ ക്ഷണത്തെ, ഈ അവസരത്തെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദിയോടെ വിനയത്തോടെ ഞാൻ സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിലായിരിക്കുന്നു. വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ധ്യാനത്തിനായി 112 എനിക്കിത്രയും ബേസ് വേണ്ട കേട്ടോ, ബേസ് കുറച്ച് 112 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 112 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യം. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. 2 കാര്യങ്ങൾ സംഭവിക്കുന്നതും മൂന്നാമത്തേത് സംഭവിപ്പാനുള്ള പ്രവചനാത്മാവിലുമാണ് പറയുന്നത്. 1, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. 2, അവൻ്റെ നീതി നിലനിൽക്കുന്നു. 3, അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ഇതേ വാക്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തെ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു മൈനർ വെർഷനെ നമുക്കിതേ സങ്കീർത്തനത്തിൽ തന്നെ കാണുവാൻ കഴിയും. അതിൻ്റെ 3 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 3 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവിടെ സമ്പത്തിനെ കുറിച്ച് പറയുകയാണ്. അവൻ്റെ വീട്ടിനകത്ത് സമ്പത്ത് ഉണ്ടാകും. 3 വാക്യത്തിൽ അവൻ്റെ സമ്പത്ത് എവിടെയുണ്ടെന്നാണ് പറയുന്നത്? വീട്ടിന് അകത്തുണ്ട്. എന്നാൽ 9 വാക്യത്തിലേക്ക് വന്നപ്പോൾ ആ സമ്പത്ത് വീട്ടിനകത്ത് നിറഞ്ഞിട്ട് ഈ മനുഷ്യനിപ്പോൾ അത് എന്ത് ചെയ്യുകയാണ്? വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഫിനാൻഷ്യലി പ്രോസ്പെറിറ്റി അവൻ്റെ ഫിനാൻഷ്യലി മെറ്റീരിയലി അവൻ താണു പോവുകയല്ല, അവൻ എന്ത് ചെയ്യുകയാണ്? അവൻ വർദ്ധിച്ച് അനുഗ്രഹിക്കപ്പെടുകയാണ്. അകത്ത് നിറയുകയും പുറത്ത് വിതറുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. അടുത്തതായി ഒരേ വാക്യം തന്നെ ആവർത്തിക്കുന്നു: അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അത് 3 വാക്യത്തിലും 9 വാക്യത്തിലും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. 3 വാക്യം അതോടുകൂടി അവസാനിക്കുമ്പോൾ സ്തോത്രം 9 വാക്യം വീണ്ടും ഒരു പ്രൊഫറ്റിക്കൽ അതോറിറ്റിയിൽ നിന്ന് പറയുകയാണ്: അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. അപ്പോൾ 3 വാക്യത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഡെപ്ത് കൂടിയ, കുറച്ചുകൂടെ ഭാവിയെക്കുറിച്ച് ദർശനമുള്ള ഒരു വാക്യമാണ് 9 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ 9 വാക്യത്തിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, മെറ്റീരിയലി അവൻ സമൂഹത്തിനൊരു അനുഗ്രഹമായിരിക്കും. 2, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കും. 3, അവൻ്റെ ഭാവി കാലം അത് ബഹുമാനിക്കപ്പെടുന്നതായിരിക്കും എന്നുള്ളത്. ഞാനിതിൻ്റെ 2ാമത്തെ ഭാഗമാണ് എടുപ്പാൻ ആഗ്രഹിക്കുന്നത്. 2 വാക്യങ്ങളിലും ഒരുപോലെ നിൽക്കുന്ന ഒരു ഭാഗം: അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അധരം തുറന്നൊന്ന് പറഞ്ഞേ: എന്നേക്കും നിലനിൽക്കുന്ന നീതി. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. ഈ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ നീതിമാൻ 2 തലങ്ങളെയാണ് പറയുന്നത്. 6 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്: നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. അവിടെ നീതിമാൻ്റെ എറ്റേണിറ്റിയാണ് പറയുന്നതെങ്കിൽ സ്തോത്രം 9 വാക്യത്തിലും 3 വാക്യത്തിലും പറയുന്നത് ഒരു മനുഷ്യൻ്റെ നീതിയുടെ നിലനിൽപ്പാണ് പറയുന്നത്. നീതിമാൻ നിലനിൽക്കുകയും ചെയ്യും, അവൻ്റെ നീതി നിലനിൽക്കുകയും ചെയ്യും. ഞാനതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു പോയാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് കടന്നു വരാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. ആമേൻ. ആരാകുന്നു ഈ അവൻ? ഞാനും നിങ്ങളുമാകുന്നു. എൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. എൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. ജസ്റ്റിഫൈഡ് ഫോർ എ സീസൺ അല്ല, ജസ്റ്റിഫൈഡ് ഫോർ എ ജനറേഷൻ അല്ല, ജസ്റ്റിഫൈഡ് ഇറ്റേണലി എവർലാസ്റ്റിംഗിലി. എന്നേക്കുമായി ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. യുവർ റൈച്ചസ്നെസ് ഇറ്റ്സ് നോട്ട് ഫോർ എ സീസൺ, ഇറ്റ്സ് നോട്ട് സീസണൽ, ഇറ്റ്സ് ഇറ്റേണൽ. ഞാൻ നീതിമാനായിരിക്കുന്നു, അത് എന്നേക്കും നീതിമാനായിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ എന്നേക്കും എന്ന് പറയുന്ന ഈ ലോഞ്ചിറ്റിവിറ്റി, ഈ എവർലാസ്റ്റിംഗ് എന്ന് പറയുന്ന ഇത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ കഴിയും? 3 വിധത്തിൽ അതിനെ അപ്ലൈ ചെയ്യുവാൻ കഴിയും. 1, എൻ്റെ മരണം വരെയും ഞാൻ ആരായിരിക്കും? നീതിമാനായിരിക്കും. 2, എൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും, ലോക അവസാനം വരെ നീതി നിലനിൽക്കും. എന്ന് പറഞ്ഞാൽ എനിക്ക് ശേഷം എൻ്റെ തലമുറകളും ആരായിരിക്കും?
എന്നേക്കും നീതിമാനായിരിക്കാം. 3, എവർലാസ്റ്റിംഗ് ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ നിത്യതയിലും എൻ്റെ ഈ നീതി പ്രയോജനപ്പെടും, നിത്യതയിലും ഈ നീതി അനുഗ്രഹവും മാന്യവുമായിരിക്കാം. 3 തലത്തിൽ നിന്ന് പറയുകയാണ്. 1, ഈ ജീവിതം മുഴുവനും ഞാൻ നീതിമാനായിരിക്കാം. ആമേൻ. 2, എൻ്റെ തലമുറകൾ നീതിയുള്ളവരായിരിക്കാം. 3, നിത്യതയിലും എൻ്റെ നീതി പ്രകാശിച്ചു കൊണ്ടേയിരിക്കാം. അതുകൊണ്ടാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വിളിച്ചു പറഞ്ഞത്, നീതിമാന്മാർ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും നീതിയിലേക്ക് തിരിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കാം. ആകയാൽ ഈ ഭൂമിയിൽ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ മേൽ വീഴുന്ന നീതീകരണവും അവൻ പ്രാപിക്കുന്ന നീതീകരണവും അവൻ സൂക്ഷിക്കുന്ന നീതിയും ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യത വരെയും അവനിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. ഞാനത് 3 ഭാഗങ്ങളുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം 3 ഭാഗങ്ങളും എടുപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഓരോ ദൈവമക്കളും ഒരു പൂർണ്ണ നിശ്ചയത്തോട് ഉറപ്പോടുകൂടെ ഇരുന്നാട്ടെ. എൻ്റെ നീതി നഷ്ടപ്പെട്ടു പോകത്തില്ല, എൻ്റെ നീതി നിലനിൽക്കും, എൻ്റെ നീതി നിലനിൽക്കും. വായി തുറന്ന് എന്നോട് ചേർന്ന് പറഞ്ഞേ, എൻ്റെ നീതി നിലനിൽക്കും, എൻ്റെ നീതി നിലനിൽക്കും. നിന്നെ നീതിമാനല്ലാതെ പഴയ അനീതിയിലേക്കും പഴയ പാപത്തിലേക്കും വലിച്ചു കൊണ്ടുപോകാൻ പിശാച് എത്ര പദ്ധതിയിട്ടാലും ഏത് സാഹചര്യങ്ങൾ കടന്നു വന്നാലും ഞാൻ നീതിമാനായിരിക്കും, എൻ്റെ നീതി എന്നേക്കും നിലനിൽക്കാം. കുറെ കാലത്തേക്ക് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു വേർഡുണ്ട്, മുഴുത്ത മാനസാന്തരം 3 മാസമെന്ന്. പക്ഷെ 3 മാസത്തേക്ക് വേണ്ടി നീതീകരിക്കപ്പെട്ടവനല്ല, 3 മാസത്തേക്ക് വേണ്ടി ജീവിക്കുന്നവനല്ല. പകരം അതിനപ്പുറം എന്താണെന്നറിയാമോ? എൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നതാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ മുഴുത്ത മാനസാന്തരം 3 മാസമെന്ന് നമ്മൾ പറയും. അത് ആ വാക്യഭംഗിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ 3 മാസമെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലെ എന്താണെന്നറിയാമോ? ഒരു വർഷത്തിൻ്റെ ഒരു സീസണാണ്. 3 മാസമെന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ മാനസാന്തരം ഒരു സീസണിൽ മാത്രമേ നിൽക്കത്തുള്ളെന്ന്. ഇവൻ്റെ നീതി ഒരു സീസണലാണെന്ന് ശത്രു ബാധിക്കുമ്പോൾ സ്വർഗം നമ്മുടെ മേലൊരു ഉറപ്പ് നൽകുകയാണ്. നിന്റെ നീതി ഒരു സീസണിൽ കഴിയത്തില്ല, സീസണുകൾക്കപ്പുറം ഇറ്റ് ഈസ് ആൻ ഇറ്റേണൽ. ആമേൻ. അത് നിത്യമാണ്, നിത്യമാണ്, നിത്യമാണ്. നിത്യനീതി, നിത്യനീതി, നിത്യനീതി. അതുകൊണ്ടാണ് സ്തോത്രം, ദാനിയേൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിട്ട് നിത്യ നീതി വരുത്തുവാനും തക്കവണ്ണം. അതിക്രമങ്ങളെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിട്ട് നിത്യ നീതി വരുത്തുവാനും തക്കവണ്ണം തൻ്റെ ജനത്തിനും ദേശത്തിനും വേണ്ടി 70 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നു. അവിടെ പറയുന്ന അതിക്രമങ്ങളെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിട്ട് നിത്യനീതി വരുത്തുവാൻ തക്കവണ്ണം തൻ്റെ ജനത്തിനും നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ചിരിക്കുന്ന കാലങ്ങളെ നോക്കിയിട്ട് വരെ പറയുകയാണ്, അവന് ഞാനൊരു നീതി വരുത്തും. അതൊരു സീസണൽ റൈച്ചസ്നെസ് അല്ല, അതൊരു സീസണൽ ജസ്റ്റിഫിക്കേഷൻ അല്ല, ഇറ്റേണൽ ജസ്റ്റിഫിക്കേഷൻ. ഞാൻ ആ വാക്യത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഞാൻ പറഞ്ഞതിലെ 2ാമത്തെ ഭാഗം ആരംഭത്തിൽ എടുപ്പാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ നീതി നിലനിൽക്കും ദൈവ പൈതലേ, അത് നിന്നിൽ മാത്രമല്ല നിന്റെ തലമുറകളിൽ കൂടി ആ നീതി നിലനിൽക്കുക. അധരം തുറന്നു പറഞ്ഞേ, ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ മാതാപിതാക്കളും പറഞ്ഞേ, എൻ്റെ നീതി എനിക്ക് ശേഷം എൻ്റെ തലമുറകളിൽ കൂടെ നിലനിൽക്കുക. എൻ്റെ നീതി എനിക്ക് ശേഷം എൻ്റെ തലമുറകളിൽ കൂടെ നിലനിൽക്കുക. ദൈവം എനിക്ക് തലമുറകളെ നൽകിയത് ഈ നീതിയുടെ ബാറ്റൺ കൈമാറുവാനാണ്. ദൈവം എനിക്ക് കുഞ്ഞുങ്ങളെ നൽകിയത് ഈ നീതിയുടെ കൊടി കൈമാറുവാനാണ്. അതെ, കാലങ്ങൾക്കപ്പുറം എൻ്റെ തലമുറകൾ നീതിയുടെ വ്യക്താക്കളായി, അവർ നീതിയുടെ കൊടികളായി ഉയർത്തുന്നവരായിരിക്കാം. നിന്റെ നീതി എന്നേക്ക് നിലനിൽക്കാം. ഒരു കാലഘട്ടം കൊണ്ട്, ഒരു തലമുറ കൊണ്ട് നിന്റെ നീതി അവസാനിക്കത്തില്ല. അതിനപ്പുറം നിന്റെ നീതി തലമുറയായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നിനക്ക് തലമുറകളെ എഴുന്നേൽപ്പിക്കുക. ആ തലമുറകൾ നീതിയെ ചുമക്കുന്നവരായിരിക്കും. ഒരു നിമിഷം കരമടിച്ച് അന്യഭാഷകളിൽ ആരാധിച്ച് എന്റെ നീതി നിലനിൽക്കും, എന്റെ നീതി നിലനിൽക്കുക. അതെന്റെ തലമുറകളിൽ കൂടെ നിലനിൽക്കുക. എനിക്ക് ദൈവം തലമുറകളെ നൽകുക. ആ തലമുറകളിൽ കൂടെ ദൈവം എന്റെ നീതി നിലനിർത്തുക. ദൈവം എനിക്ക് തലമുറകളെ നൽകുക. ആ തലമുറകളിൽ കൂടെ ദൈവം തന്റെ നീതി നിലനിർത്തും. ഹോളി സ്പിരിറ്റ്,
ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം നീതിമാനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. അതിങ്ങനെയാണ് പറയുന്നത്: നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. അപ്പോൾ നോഹയുടെ നീതി ഒരു തലമുറയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ലൈഫിനകത്ത് തീരേണ്ടിയ നീതിയായിരുന്നു. നോഹയുടെ നീതി, നോഹ നീതിമാനായിരുന്നു. അതോടുകൂടി നോഹയുടെ നീതി അവസാനിക്കേണ്ടതാണ്. അതോടുകൂടി നോഹയുടെ നീതി നോഹയുടെ മരണത്തോടുകൂടെ തീരേണ്ടതാണ്. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, നോഹയുടെ നീതി നോഹയുടെ മരണത്തോടുകൂടെ തീർന്നില്ല. പകരം നോഹയ്ക്ക് ദൈവം 3 മക്കളെ നൽകി. ആ 3 മക്കളിൽ കൂടെ നോഹയുടെ നീതിയുടെ അടുത്ത തലത്തെ നോഹ തുറന്നെടുക്കുകയാണ്. എങ്ങനെയാണ് നോഹയുടെ തലമുറകൾ ദൈവത്തിൻ്റെ നീതിയെ ക്യാരി ചെയ്തത്? സ്തോത്രം. നോഹയുടെ തലമുറകൾ ദൈവത്തിൻ്റെ നീതിയെ ക്യാരി ചെയ്യാൻ തുടങ്ങി. ഞാൻ അതിനെ അങ്ങനെ തന്നെ പറയുകയാണ്: നിന്റെ തലമുറയിൽ നീ നീതിമാനായിരുന്നെങ്കിൽ, നീ നിഷ്കളങ്കനായിരുന്നെങ്കിൽ, നിന്റെ തലമുറകൾ ആ നീതിയെ ക്യാരി ചെയ്യോ. എൻ്റെ തലമുറകൾ എൻ്റെ പ്രാർത്ഥനയെ ക്യാരി ചെയ്യും. എൻ്റെ തലമുറകൾ എൻ്റെ വിശ്വാസത്തെ ക്യാരി ചെയ്യും. എൻ്റെ തലമുറകൾ എൻ്റെ നീതിയെ ക്യാരി ചെയ്യും. നോഹ തൻ്റെ തലമുറയിൽ നീതിമാനായിരുന്നുവെന്ന് 6-ാം അധ്യായം പറയുമ്പോൾ, 9-ാം അധ്യായം അതിൻ്റെ അടുത്ത തലം തുറക്കുകയാണ്. എന്താണ് അതിൻ്റെ അടുത്ത തലം? 9-ാം അധ്യായം 26-27 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 26-27 വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ശേമിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ, ശേം ആരായിരിക്കുക? ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കുക. നോഹ തൻ്റെ മകൻ ശേമിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇവൻ ആരാധിക്കുന്നവനായി തീരും. എന്നിട്ട് 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 3 അളവിലാണ് പറയുന്നത്: ദൈവം യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ, ശേം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവഭക്തനായിരിക്കുക. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, യാഫേത്തിനെ ദൈവം വർദ്ധിപ്പിക്കട്ടെ. പക്ഷെ അവൻ എത്ര വർദ്ധിച്ചാലും ഏത് കൂടാരത്തിൽ ഇരുന്നോണ്? ശേമിൻ്റെ കൂടാരം. എന്താണ് ശേമിൻ്റെ കൂടാരത്തിൻ്റെ പ്രത്യേകത? അത് ആരാധിക്കുന്ന കൂടാരമാണ്. കണ്ടോ, നോഹ തൻ്റെ മേൽ കിടന്ന നീതിയെ തൻ്റെ തലമുറകളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുകയാണ്. എൻ്റെ മകൻ ശേം, അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കുക. എൻ്റെ മകൻ യാഫേത്ത്, അവനെ ദൈവം വർദ്ധിപ്പിക്കുക. അവൻ വർദ്ധിച്ച് എത്ര വിശാലപ്പെട്ടാലും, അവൻ എത്ര ഉന്നത അധികാരങ്ങൾ എടുത്താലും, അവൻ എത്ര സമ്പന്നനായാലും, അവൻ ശേമിൻ്റെ കൂടാരത്തിൽ, ആരാധനയുടെ കൂടാരത്തിൽ അവൻ വസിക്കും. എന്നിട്ട് 3ാമതൊരു മകനുണ്ട്, കനാൻ. അവനൊരു അല്പം കുസൃതിയാ. അവൻ്റെ കയ്യിലിരിപ്പൊന്നും ശരിയല്ല. അവൻ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അവൻ തെറ്റിപ്പോകുക. അപ്പോൾ ഇവരെ 2 പേരെ കൂടെ പിടിച്ചു നിർത്തി. ഒരുത്തനെ സ്പിരിച്വൽ അതോറിറ്റി നൽകി, മറ്റൊരുത്തന് മെറ്റീരിയൽ അതോറിറ്റി നൽകിയിട്ട് കനാനെ പിടിച്ച് ഇവരുടെ 2 പേരുടെ കൂടെ നടുക്ക് നിന്നിട്ട് പറഞ്ഞു, ശേമും യാഫേത്തും പറയുന്നത് കേട്ടിട്ട് ജീവിച്ചോണമെന്ന് എന്ന് പറഞ്ഞാൽ, ആമേൻ, അപ്പൻ്റെ നഗ്നത വിളിച്ചു പറഞ്ഞ കനാനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ പാപം ഭരിക്കത്തില്ല, നിന്നെ ശാപം ഭരിക്കത്തില്ല, നിന്നെ തിന്മ ഭരിക്കത്തില്ല. പകരം നീ ശേമിന്റെയും യാഫേത്തിന്റെയും ആമേൻ ദാസനായി നിന്നുകൊള്ളു എന്ന് പറഞ്ഞാൽ, നിന്നെ ഭരിക്കുന്നത് ആരാധിക്കുന്ന ശേമ, ആരാധിക്കുന്നവന്റെ കൂടാരത്തിൽ പാർക്കുന്ന യാഫേത്തുമായിരിക്കാം. കണ്ടോ, പിൽക്കാലത്ത് ശേം, ഹാം, ശേം, യാഫേത്ത്, കനാൻ, ഇവർ 3 പേരും എന്ത് ചെയ്യപ്പെട്ടുവെന്നറിയാമോ? സ്തോത്ര. അവർ നീതിക്കകത്ത് വളർത്തപ്പെട്ടോ. ഒരുത്തനെ സ്പിരിച്വലി ബ്ലെസ് ചെയ്തോ, ഒരുത്തനെ ഫിനാൻഷ്യലി ബ്ലെസ് ചെയ്തോ. 3ാമത്തവന് ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈപ്പിൾഷിപ്പ്, ഒരു ഡിസിപ്ലിനിങ് ആയിരുന്നു അവൻ ആവശ്യം. നോഹ തൻ്റെ തലമുറയിൽ നീതിമാനായിരുന്നു. നോഹ തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. പക്ഷേ നോഹ തൻ്റെ നീതിയെ, തൻ്റെ നിഷ്കളങ്കതയെ തൻ്റെ തലമുറകളിലേക്ക് ഇമ്പാർട്ട് ചെയ്തു. ശേമും ഹാമും യാഫേത്തും എന്തു സംഭവിച്ചോ? സ്തോത്ര.
അവിടെ നീതിയുടെ ബാറ്റണെ, നീതിയുടെ കൊടിയെ പിടിച്ചോ. ഇനിയും അടുത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നോഹയുടെ മക്കൾ 3 പേർ, അതിലൊരാൾ കനാനല്ല. നോഹയുടെ മക്കൾ ആരൊക്കെയാണ്? ഷേം, ഹാം, യാഫേത്ത്. പക്ഷേ നോഹ ഇവിടെ ഒരു ലെഗസിയെ ബ്രേക്ക് ചെയ്തു. നോഹ ഇവിടെ ഒരു ട്രഡീഷനെ ബ്രേക്ക് ചെയ്തു. നോഹ ഇവിടെ ഒരു ഹെറിഡിറ്ററിയെ ബ്രേക്ക് ചെയ്തു. ആമേൻ. ഷേം ദൈവത്തെ ആരാധിക്കട്ടെ, യാഫേത്ത് സമ്പന്നനാകട്ടെ. പിന്നെ ഹാമിന്റെ മകൻ കനാനുണ്ടല്ലോ, അവൻ അപ്പന്റെ വഴിയിൽ പോകാതെ അവന്റെ അപ്പന്റെ സഹോദരങ്ങളുടെ വഴിയിലേക്ക് അവൻ കണക്ട് ആകട്ടെ എന്ന്. കണ്ടോ, എത്ര 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 ജ്ഞാനത്തോടുകൂടെയാണ് തന്റെ തലമുറകളെ തന്റെ നീതിയിലേക്ക് നോഹ കൊണ്ടുവരുന്നത്. ഇന്ന് പകൽക്കാല തിരിച്ചറിഞ്ഞാട്ട് ദൈവത്തിന്റെ പൈതലേ, നിന്റെ തലമുറ ഷേം ആരാധിക്കുന്നവനായിരിക്കോ, നിന്റെ യാഫേത്ത് അനുഗ്രഹിക്കപ്പെടോ. അവൻ അനുഗ്രഹിക്കപ്പെടുന്നത് ഷേമിന്റെ ആരാധനയുടെ കൂടാരത്തിനകത്തായിരിക്കുക. അപ്പോൾ തന്നെ ചില കനാൻ നിന്റെ അകത്തുണ്ട്. പക്ഷെ ആ കനാനെ ഷേമിനും യാഫേത്തിനും ഡിസൈപ്പിൾ ചെയ്ത് അവനെ ഒതുക്കി എടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നൽകുക. കണ്ടോ, ഈ മൂന്ന് മക്കൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരിലുമുള്ള 3 സ്വഭാവങ്ങളാണ്. ആമേൻ. ഷേം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് ആരാധിക്കുന്നവനാണ്. യാഫേത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്, നമ്മുടെ മൈൻഡാണ്. എന്നാൽ സ്തോത്രം, കനാൻ എന്ന് പറയുന്നവൻ നമ്മുടെ ജഡമാണ്. അപ്പോൾ നോഹ പറയുകയാണ്, നിന്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. നിന്റെ ദേഹി, നിന്റെ മൈൻഡ് ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ കൂടാരത്തിനകത്തിരിക്കുക. പിന്നെ നിന്റെ ജഡമുണ്ടല്ലോ, നിന്റെ ശരീരം, അത് ആത്മാവിനെയും നിന്റെ മനസ്സിനെയും അനുസരിച്ച് അതിനകത്ത് കീഴ്പ്പെട്ടിരിക്കുക. നീ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ട്, ദൈവം എനിക്ക് തലമുറകളെ നൽകിയത് എന്റെ മേൽ ദൈവമിട്ട നീതി ക്യാരി ചെയ്യാനാണ്. They shall carry the righteousness, they shall carry the justification. ഷേം ദൈവത്തെ ആരാധിക്കുന്നവനാ. യാഫേത്ത് സമ്പന്നനാ, പക്ഷേ യാഫേത്ത് എവിടെ താമസിക്കത്തുള്ളൂ? ഷേമിൻ്റെ കൂടാരത്തിലേ താമസിക്കത്തുള്ളൂ. പിന്നെ കനാൻ, അവൻ ഇച്ചിരി കുഴപ്പക്കാരനൊക്കെയാ, പക്ഷേ അവൻ ഇവർ രണ്ടുപേരും പറയുന്നത് കേട്ട് അവിടെ അങ്ങ് ജീവിച്ചോളൂ. എൻ്റെ കനാൻ ഒരിച്ചിരി കുഴപ്പക്കാരനാ. എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ കയ്യ്, എൻ്റെ ഇന്ദ്രിയങ്ങൾ അത് കുഴപ്പക്കാരനാ. പക്ഷേ ഇവനെ ഒരു ഈ ജഡത്തെ ഒരു പാപം ഭരിക്കത്തില്ല. ഈ ജഡത്തെ നാളെ ഭരിക്കുന്നത് ആരായിരിക്കുമെന്നറിയാമോ? ക്ഷേമം യാഫേത്തുമായിരിക്കുക. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞാട്ട്, ദൈവം എനിക്ക് നൽകിയ തലമുറകൾ അവർ നീതിയുടെ കാരിയേഴ്സ് ആയിരിക്കാം. നിന്റെ നീതി ഒരു സീസണലല്ല, നിന്റെ നീതി തലമുറകളിലേക്ക് കൈമാറുന്നതാണ്. എൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുക. ആര് നിലനിർത്തോ? എൻ്റെ മക്കൾ നിലനിർത്തും. വൈതുറന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ നീതി എന്നേക്കും നിലനിർത്തോ? ആര് നിലനിർത്തോ? പറഞ്ഞേ, എൻ്റെ മക്കൾ നിലനിർത്തോ, എൻ്റെ തലമുറകൾ നിലനിർത്തോ. എൻ്റെ നീതി എൻ്റെ തലമുറകൾ നിലനിർത്തും. ജീസസ്, 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 ജീസസ്. നമ്മൾ നോഹയുടെ നീതി തലമുറകളിൽ കൂടെ നിലനിൽക്കുന്നതിനെ നാം കണ്ടു. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അബ്രഹാമിൻ്റെ നീതിയുടെ 3 തലങ്ങൾ തലമുറകളിലേക്ക് കൈമാറിയതിനെ ഞാൻ കാണിക്കാം. അബ്രഹാമിൻ്റെ നീതിയുടെ 3 തലങ്ങൾ തലമുറകളിലേക്ക് കൈമാറിയത്. ഒന്ന്, അബ്രഹാമിൻ്റെ ആരാധനയാണ്. ആരാധന ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അപ്പോൾ അബ്രഹാം ഒരു നീതി ചെയ്തു. എന്താണെന്നറിയാമോ? അബ്രഹാം യാഗപീഠം പണിതു. വാസ്തവത്തിൽ ഈ യാഗപീഠം ആദ്യം പണിതത് ആരാണെന്നറിയാമോ? ആദ്യം യാഗപീഠം പണിതത് ഹാബേലല്ല. ഹാബേൽ വഴിപാടർപ്പിച്ചതേ ഉള്ളൂ, ഷേത്ത് ആരാധിച്ചതേ ഉള്ളൂ. ആദ്യമായി യാഗപീഠം പണിതത് നോഹയാണ്. പെട്ടകത്തിൽ നിന്നിറങ്ങിയ നോഹയാണ് ആദ്യമായി യാഗപീഠം പണിതത്. യാഗപീഠം പണിയുവാനുള്ള കാരണം വേർപാടാണ്. കാരണം ഭൂമി മുഴുവൻ നനഞ്ഞു കിടക്കുകയാണ്, ഭൂമി മുഴുവൻ തണുപ്പ് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ തണുപ്പിനകത്തൊരു വഴിപാടർപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ലോകത്തോട് വേർപെട്ട് നിൽക്കുന്ന, കോൺട്രറി
കോൺട്രറി ടു ദ വേൾഡ്, കോൺട്രറി ടു ദ സിസ്റ്റം ട്രെൻഡ്, അതിനോട് വ്യത്യസ്തമായ ഒരു ആരാധന, വേർപെട്ട ആരാധന എന്നാണ് യാഗപീഠത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദ്യമായി യാഗപീഠം പണിത് ആരാധിക്കുന്നത് നോഹയാണ്. നാളുകൾ കഴിഞ്ഞു അബ്രഹാം ഒരു യാഗപീഠം പണിയുകയാണ്. അബ്രഹാം യാഗപീഠം പണിയാൻ കാരണം എന്താണെന്നറിയാമോ? അബ്രഹാമിന് ലഭിച്ച നന്മയല്ല, അനുഗ്രഹമല്ല, ഉയർച്ചയല്ല, പദവികളല്ല. ഒറ്റ കാര്യത്തിലാണ് അബ്രഹാം യാഗപീഠം പണിതത്. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക്, the Lord appeared unto him. ദൈവം അവനെ ഫേസ് ടു ഫേസ് അവനൊരു എൻകൗണ്ടർ നൽകി. ദൈവം അവനെ സന്ദർശിച്ചു. ദൈവത്തെ കണ്ടതുകൊണ്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു? യാഗപീഠം പണിതോ. പക്ഷേ അബ്രഹാം പണിത യാഗപീഠം ഒരു ഓൾട്ടർ ട്രഡീഷനെ അദ്ദേഹം ആരംഭിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ചില ആരാധനകൾ, നിങ്ങളുടെ ദൈവത്തിനു വേണ്ടിയുള്ള ചില പ്രവർത്തികൾ, അതൊരു സിസ്റ്റത്തെ ആരംഭിക്കുകയാണ്. ഒരു ഓൾട്ടർ ലെഗസി അബ്രഹാം അവിടെ ആരംഭിക്കുകയായിരുന്നു. അബ്രഹാം യാഗപീഠം പണിത് ആരാധിച്ചു. അതൊരു ആരംഭം മാത്രമായിരുന്നു. നാളുകൾ കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, അബ്രഹാമിൻ്റെ മകനായി ഇസഹാക്ക് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ അവിടെ അബ്രഹാമിൻ്റെ കാലത്തെ കിണറുകൾ ശത്രു മൂടിക്കളഞ്ഞു. പക്ഷേ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ച കിണറുകളെ ഇസഹാക്ക് എന്ത് ചെയ്യുകയാണ്? വീണ്ടും കുഴിച്ചെടുക്കുകയാണ്. പിതാക്കന്മാരുടെ കാലം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാമെന്ന് ശത്രു പണിയുമ്പോൾ ഇസഹാക്ക് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ മേലിട്ട വാഗ്ദത്തം, എൻ്റെ പിതാക്കന്മാരുടെ അധ്വാനം, എൻ്റെ പിതാക്കന്മാരുടെ നീതി, അത് ഞാൻ ക്യാരി ചെയ്യും, അത് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇസഹാക്ക് പോയി അബ്രഹാമിൻ്റെ കിണറുകളെ കുഴിച്ചു. അവിടെ നിന്ന് ഏശക്കിനും സിത്തനയ്ക്കും അപ്പുറം താൻ ഒരു രഹബോത്തിലേക്ക് വന്നു. ആ രഹബോത്തിൽ താൻ ധാരാളമായി വർദ്ധിക്കപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു, ഉയർത്തപ്പെട്ടു. അതിന് അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ അവിടെ നിന്ന് സ്തോത്രം ബേർഷെബയിലേക്ക് കടന്നുപോയി. സ്തോത്രം, ബേർഷെബയിലേക്ക് കടന്നുപോയി. എൻ്റെ സഹോദരങ്ങളെ, രഹബോത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമുക്ക് ഇടമുണ്ടാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം പക്ഷേ ആ രഹബോത്തിലെ ദൈവം എന്നെ വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയാം, എ വെൽ ഓഫ് ഹോപ്പ്, ഒരു പ്രതീക്ഷയുടെ കിണറായിരുന്നു എന്ത്? രഹബോത്ത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഇസഹാക്കിന് ആ കിണർ മടുത്തു. അവിടെ നിന്ന് അദ്ദേഹം എങ്ങോട്ട് പോയെന്നറിയാമോ? ബേർഷെബയിലേക്ക്. ബേർഷെബ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വെൽ ഓഫ് കവനന്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇസഹാക്ക് പറഞ്ഞു, എനിക്കെന്നും അനുഗ്രഹിക്കപ്പെട്ടും വർദ്ധിക്കപ്പെട്ടും ജീവിച്ച പോരാ, അതിനപ്പുറമായി എൻ്റെ ദൈവവുമായിട്ടൊരു കവനന്റ് ചെയ്ത്, എൻ്റെ ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്ത്, എൻ്റെ ദൈവവുമായിട്ടൊന്ന് കണക്റ്റായിട്ട് എനിക്കൊന്ന് ജീവിക്കണം. ഇന്ന് പകൽക്കാലം ഈ 2025 അവസാന വർഷത്തിൽ നീ നിൽക്കുമ്പോൾ രഹബോത്തിൽ നിന്ന് നീ ബേർഷെബയിലേക്ക് പോകാൻ സമയമായി. ആമേൻ. ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്ത്, ഒരു കവനന്റിനകത്ത്, ഒരു ബന്ധത്തിനകത്ത് കർത്താവുമായിട്ടൊന്ന് ആഴമേറിയ ഒരു ഇന്റിമേറ്റ് റിലേഷൻ കർത്താവുമായിട്ട് ആരംഭിച്ച് കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു സീസൺ നിന്റെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. 2026 കേവലം 1-2 ഭൗമിക നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയോ വർഷമായിരിക്കത്തില്ല. നീ രഹബോത്തിൽ നിന്ന് ബേർഷെബയിലേക്ക് നടക്കുന്ന ഒരു വർഷമായിരിക്കും. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു, എനിക്കൊരു ബേർഷെബ വേണോ, എനിക്കൊരു ബേർഷെബ വേണോ, എനിക്കൊരു വെൽ ഓഫ് ഹോപ്പ് അല്ല, എനിക്കൊരു വെൽ ഓഫ് കവനന്റ് വേണോ, എനിക്കൊരു വെൽ ഓഫ് ഹോപ്പ് പോരാ, എനിക്ക് വെൽ ഓഫ് കവനന്റ്. സ്തോത്രം. എനിക്ക് ദൈവവുമായി ഉടമ്പടി ചെയ്ത് നിൽക്കുന്ന, ദൈവവുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന അങ്ങനെ ഒരു കിണർ എനിക്ക് വേണം. ആ ബേർഷെബയിലേക്ക് താൻ കടന്നു ചെന്നു. ആ ബേർഷെബയിലേക്ക് കടന്നു ചെന്ന് ആ രാത്രി ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ബേർഷെബയിൽ ചെന്ന് ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞ് ബേർഷെബയിലേക്ക് കടന്നുപോയി. ആ രാത്രി ഇസഹാക്കിന് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഇസഹാക്കിന് ദൈവം പ്രത്യക്ഷനായി. 26-ന്റെ 24-ാം വാക്യത്തിലേക്ക് വരും
വരുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്, അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി. എൻ്റെ സഹോദരങ്ങളെ, 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കണ്ടത്, തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അബ്രഹാം ഒരു യാഗപീഠം പണിതു. സ്തോത്രം. അത് അപ്പൻ്റെ നീതിയായിരുന്നെങ്കിൽ 26-24 പറയുകയാണ്, അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി. 25-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. അബ്രഹാമിന്റെ നീതി ഇസഹാക്കിന്റെ കാലത്ത് നിലനിന്നു. അബ്രഹാം തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് യാഗപീഠം പണിതു. ഇസഹാക്ക് തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് യാഗപീഠം പണിതു. യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അവിടെ തൻ്റെ കൂടാരം അടിച്ചു. സ്തോത്രം. അവിടെയും ഇസഹാക്കിൻ്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ആ വാക്യം വരുമ്പോൾ അതുവരെയുള്ള സംഗതികളെല്ലാം തിരിയുകയാണ്. ഏശക്കിലും സിത്തനയിലും രഹബോത്തിലും ഇസഹാക്ക് ആദ്യം ചെയ്തത് എന്തായിരുന്നു? കിണർ കുഴിച്ചു. വെള്ളം കണ്ടപ്പോൾ കൂടാരമടിച്ച് താമസിച്ചിട്ട് ഇവിടെ ദൈവം നമ്മളെ വർദ്ധിപ്പിക്കും, അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ബർശബയിൽ വന്നപ്പോൾ ഇസഹാക്ക് പ്രയോറിറ്റിയെ ഫുൾ അപ്സൈഡ് ഡൗൺ ആക്കി. ആദ്യം താൻ അവിടെ യാഗപീഠം പണിതു, രണ്ടാമത് താൻ ആരാധിച്ചു, മൂന്നാമത് കൂടാരമടിച്ചു, നാലാമത് കിണർ കുഴിച്ചു. 26-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വരെയും ഇസഹാക്ക് സ്ട്രഗിൾ ചെയ്തത് മുഴുവൻ എന്തിനു വേണ്ടിയായിരുന്നു അറിയാമോ? കിണറിന് വേണ്ടി. ഇപ്പോൾ യാഗപീഠം പണിത് ആരാധിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇസഹാക്ക് പറഞ്ഞു, എൻ്റെ പ്രശ്നങ്ങളെല്ലാം ലീസ്റ്റ് പ്രയോറിറ്റിയിൽ കിടക്കട്ടെ. ആമേൻ. അബ്രഹാം തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് യാഗപീഠം പണിതു. ഇസഹാക്ക് തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് യാഗപീഠം പണിതു. അബ്രഹാം ദൈവത്തിന് വേർപാടോടുകൂടി ആരാധിച്ചു. ഇസഹാക്ക് ദൈവത്തെ വേർപാടോടുകൂടി ആരാധിച്ചു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നീതി നിലനിൽക്കത്തില്ലെന്ന് വല്ല പേടിയുണ്ടോ? നിങ്ങളുടെ നീതി നിങ്ങളുടെ മക്കൾ ക്യാരി ചെയ്യത്തില്ലെന്ന് വല്ല സംശയവുമുണ്ടോ? അബ്രഹാമിൻ്റെ കാലം കഴിഞ്ഞ് ഇസഹാക്കിൻ്റെ കാലം കഴിഞ്ഞ് യാക്കോബിൻ്റെ കാലത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് ബേർഷേബയിൽ നിന്ന് ഹാരാനിലേക്ക് ഓടിപ്പോവുകയാണ്. ബേർഷേബ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബേർഷേബ എന്ന വാക്കിൻ്റെ അർത്ഥം വെൽ ഓഫ് കവനന്റ്. ഹാരാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പാർച്ച്ഡ് ലാൻഡ്, വരണ്ട ദേശം, ഉണങ്ങി വിണ്ടുകീറിയ ദേശം. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ യാക്കോബിന് ഒരു ട്രാവൽ ഉണ്ടായി. ഫ്രം ദ വെൽ ഓഫ് കവനന്റ് ടു ദ പാർച്ച്ഡ് ലാൻഡ്. ഇന്ന് പകൽ ഞാനൊരു യാഥാർത്ഥ്യം ജീവിതത്തിൽ പറയാം. ജീവിതത്തിലെ ചില വാഗ്ദത്വങ്ങൾ നിറവേറുവാൻ, ചില അനുഗ്രഹങ്ങൾ നിറവേറുവാൻ, ചില നിയോഗങ്ങൾ പൂർത്തീകരിപ്പാൻ, there is a journey in our life from the Beersheba to the Haran. ആമേൻ. ഉടമ്പടി കിണറ്റിൽ നിന്ന് വരണ്ട ദേശത്തിലേക്ക് ഒരു യാത്ര. ഉടമ്പടി കിണറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ കിണറിൽ ആരും വന്ന് വഴക്കുണ്ടാക്കത്തില്ല. ഉടമ്പടി കിണറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ കിണറ്റിൽ ഒരിക്കലും വെള്ളം പറ്റത്തില്ല. ആമേൻ. പക്ഷേ ഉടമ്പടി കിണറ്റിൽ നിന്ന് മരണഭയത്തിൽ യാക്കോബ് ഓടി അകലുകയാണ് ഒരു വരണ്ട ദേശത്തേക്ക്. പക്ഷേ വരണ്ട ദേശത്ത് താൻ എത്തുന്നതിന് മുമ്പേ ഇടമറിയാത്ത ഒരിടത്ത് കല്ലുകൾ തലയ്ക്കൽ വെച്ച് കിടന്നുറങ്ങി. മലയാളം ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കല്ല് തലയണയായി വെച്ച് ഉറങ്ങിയെന്ന്. ശരിയല്ല അത് കേട്ടോ. കല്ല് തലയണയായി വെച്ചെന്നല്ല, അവിടെയുള്ള ചില കല്ലുകൾ എടുത്ത് തലയ്ക്കൽ വെച്ചിട്ട് കിടന്നുറങ്ങി. കാരണം എവിടെയാ കിടക്കുന്നതെന്ന് അറിയത്തില്ല. രാത്രി വല്ല കാട്ടുമാക്കാനും വന്നാൽ എടുത്ത് എറിയാനാണ് എന്ത് ചെയ്തത്? യാക്കോബ് തലയ്ക്കൽ കല്ലുകൾ എടുത്ത് വെച്ചത്. ഒരു കയ്യിൽ യാക്കോബിന് എന്തോ ഉണ്ട്? വടിയുണ്ട്. മറുകൈയിൽ യാക്കോബിന് എന്തുണ്ട്? തലയ്ക്കൽ 5-6 കല്ലുകൾ ഇരിപ്പുണ്ട്. യാക്കോബ് അന്ന് രാത്രി കല്ലുകൾ കൊണ്ടും വടി കൊണ്ടും കല്ലുകൾ കൊണ്ടോ ഞാൻ ഈ രാത്രി എങ്ങനെങ്കിലും അതിജീവിക്കുമെന്ന് പറഞ്ഞ് കിടന്നു. പക്ഷേ അന്ന് രാത്രി എന്ത് ചെയ്തെന്നറിയാമോ? അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവം കോവണി വെച്ച് യാക്കോബിന് വേണ്ടി ഇറങ്ങി വന്നിട്ട് യാക്കോബിനെ പേര് ചൊല്ലി വിളിച്ചോ. ഇന്ന് രാത്രി ഞാൻ അതിനകത്ത് ഒരു ലെഗസി ഒന്ന് അപ്പുറം കയറ്റി പറഞ്ഞിട്ട് തിരിച്ചു വരാം. സ്തോത്രം.
ജീവിതത്തിൽ അപ്പൻ്റെ ഗ്രഹം വിട്ട് യുദ്ധത്തിൻ്റെ നടുവിലായ ഹാരാൻ്റെയും ബർശബയുടെയും മധ്യത്തിൽ ഇടമറിയാത്ത ഇടത്ത് രാത്രി ഉറങ്ങിയ യാക്കോബ് ആ രാത്രി കഴിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഒരു വടിയിലും 5-6 കല്ലുകളിലുമാണ്. നാളുകൾ ഏറെ കഴിഞ്ഞു. ഏലാത്താഴ്വരയിൽ 40 ദിവസമായി ഗോല്യാത്ത് നിന്ന് വെല്ലുവിളിക്കുമ്പോൾ ദാവീദ് എന്ന കൊച്ചു മനുഷ്യൻ ഗോല്യാത്തിനെ തകർക്കാൻ പോവുകയാ. ഗോല്യാത്തെ, നീ എന്താ ഒരു വടിയും 5-6 കല്ലുകളും എടുത്തോണ്ടിറങ്ങുന്നത്? ആ മനുഷ്യൻ പറയാ, ഞങ്ങളുടെ വല്യപ്പന്റെ കാലത്തെ ബേർശേബ എന്ന കിണറ്റിൽ നിന്ന് എൻ്റെ വല്യപ്പച്ചൻ ഓടിപ്പോകുമ്പോൾ ബഥേലൂസ് എന്ന് പറയുന്ന ഒരു ദേശത്ത് കടന്നു വന്ന് ആരും സഹായമില്ലാത്ത ഭയത്തിന്റെ രാത്രിയിൽ എൻ്റെ വല്യപ്പച്ചൻ ഒരു വടിയോ 5-6 കല്ലുകളും എടുത്ത് തലയ്ക്കൽ വെച്ച് കിടന്നുറങ്ങി. അന്ന് രാത്രി ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്നു. ആകയാൽ എനിക്ക് ഉറപ്പുണ്ട്, 5-6 കല്ലുകളും ഒരു വടിയുമായി ഇന്ന് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ബഥേലിൽ ഏണി വെച്ച് യാക്കോബിന് വേണ്ടി ഇറങ്ങി സ്വർഗം തുറന്ന ഒരു ദൈവം എനിക്കുണ്ട്. യാക്കോബിന്റെ കാലം കഴിഞ്ഞത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ദാവീദ് എന്ന് പറയുന്ന ഈ കൊച്ചു ചെറുക്കൻ ജനിച്ചു വളർന്നു വരുന്നത്. പക്ഷെ ദാവീദ് പറഞ്ഞു, നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞേക്കാം, തലമുറകൾ പലത് കഴിഞ്ഞേക്കാം, പക്ഷെ എൻ്റെ വല്യപ്പച്ചൻ ഈ യാക്കോബ് ഒരു വടിയും 5-6 കല്ലുകളും കണ്ട് കിടന്നുറങ്ങിയിടത്ത്, ശത്രു ഭയം കേട്ടയിടത്ത് 5-6 കല്ലുകളും ഒരു വടിയും കൊണ്ട് കിടന്നുറങ്ങിയിടത്ത് സ്വർഗം തുറന്നെങ്കിൽ I believe still my God is alive. അപ്പം യാക്കോബിന്റെ വിശ്വാസം ഇപ്പൊ എവിടെ വരെ നിൽക്കുകയാ? യാക്കോബിന്റെ വിശ്വാസം അതേ രീതിയിൽ അതിന്റെ സെയിം റെപ്ലിക്കയാണ് ഇപ്പോൾ ആര് ചെയ്യുന്നത്? നമ്മളുണ്ടായിരുന്നെങ്കിൽ ചോദിച്ചെന്നെ, ദാവീദേ, യാക്കോബ് ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി എടുത്തു വെച്ച് കിടന്നല്ലേ ഉള്ളൂ. അവിടെ ഇതുപോലെ ഗോലിയാത്ത് ഉണ്ടായിരുന്നോ? അവിടെ ഇതുപോലെ സൈന്യം ഉണ്ടായിരുന്നോ? നീ എന്ത് കണ്ടിട്ടാണ് ഇത് കാണിക്കുന്നേ? ദാവീദ് പറയും, എനിക്കതൊന്നും അറിയത്തില്ല. എൻ്റെ വല്യപ്പച്ചൻ രക്ഷപ്പെട്ടത് ഒരു വടിയിലോ 5-6 കല്ലുകളിലോ. അന്ന് സ്വർഗം തുറന്നൊരു ദൈവമുണ്ട്. ആമേൻ. അതേ ഭൂമിയിൽ നിന്ന് ആ കല്ലുകൾ എടുത്തിരിക്കുന്നത്. ആമേൻ. ഗോലിയാത്ത് ചോദിക്കുക, നീ ഒരു വടിയും കല്ലുകളുമായി എൻ്റെ നേരെ വരുന്നത് നായായിട്ടാണോ? നീ എന്താ ഇങ്ങനെ ഓടി വരുന്നത്? ദാവീദ് പറഞ്ഞു, നീ നിന്നിച്ച ഇസ്രായേൽ നിരകളുടെ ദൈവമായിരിക്കുന്ന യഹോവയുടെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യപ്പന് വടിയും കല്ലുമായി കിടന്നപ്പോൾ സ്വർഗം തുറന്ന ഒരു ദൈവം ഉണ്ടെന്നേ, ആ ദൈവത്തിൻ്റെ പേര്. ഞാൻ പ്രതിസന്ധിയുടെ തീവ്രതയല്ലേ അളക്കുന്നത്, ദൈവത്തിൻ്റെ മഹത്വമാണ് അളക്കുന്നത്. ജീസസ്. ആമേൻ. മുമ്പിൽ ഗോലിയാത്താണോ ബഥേലാണോ എന്നുള്ളതല്ല വിഷയം, എൻ്റെ പിതാക്കന്മാർ ആരാധിച്ച ദൈവത്തിൻ്റെ മഹത്വമാണ്. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ അതൊന്ന് ഇടയ്ക്ക് കയറ്റി പറഞ്ഞതാണ്. അപ്പോൾ യാക്കോബിൻ്റെ അടുക്കൽ ഇസഹാക്കിന് അവിടെ യാഗപീഠം പണിയുകയാണ്. ഇസഹാക്ക് യാഗപീഠം പണിതു. അബ്രഹാം പണിത യാഗപീഠം ഇസഹാക്ക് പണിതു. കാലങ്ങൾ കഴിഞ്ഞു. യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവിടെ അവനൊരു യാഗപീഠം പണിതു, അതിന് ഏൽ എലോഹേ ഇസ്രായേൽ എന്ന് പേരിട്ടു. സ്തോത്രം. യാക്കോബ് അന്ന് വരെ ദൈവത്തെ വിളിച്ചിരുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ പിതാക്കന്മാരുടെ ദൈവം, എൻ്റെ പിതാക്കന്മാരുടെ ദൈവം, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം. പക്ഷേ യാക്കോബ് ഇപ്പോൾ ഇവിടെ ഒരു യാഗപീഠം പണിതിട്ട് യാക്കോബ് പറയുകയാണ് എൽ എലോഹേ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കുന്ന യഹോവ, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കുന്ന യഹോവ. അപ്പോൾ യാഗപീഠം പണിതിട്ട് പറയുകയാണ്, കർത്താവേ, ഇനിയും നീ എൻ്റെ അപ്പച്ചന്മാരുടെ ദൈവമല്ല, മൈ ഗോഡ്. ഇത് അദ്ദേഹം പണ്ട് ബഥേലിൽ വെച്ച് പറഞ്ഞൊരു കാര്യമാണ്, നീ എനിക്ക് ദൈവമായിരിക്കും. ഇപ്പോൾ ഇത് പദനരാമിൽ ശേഖേമിൽ പട്ടണത്തിലേക്ക് കടന്നു വന്നിട്ട് യാക്കോബ് ഒരു യാഗപീഠം പണിയുകയാണ്. ഇത് അബ്രഹാമിൻ്റെ ദൈവമല്ല, ഇത് ഇസഹാക്കിൻ്റെ ദൈവമല്ല, ഇത് ഇസ്രായേലിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണ്. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു, ഇസഹാക്ക് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു, യാക്കോബും യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നീ യാഗപീഠം പണിതവനാണെങ്കിൽ നിന്റെ കാലത്തോടുകൂടി യാഗപീഠങ്ങൾ ഇല്ലാതെ പോകത്തില്ല. നിന്റെ തലമുറകൾ യാഗപീഠം പണിത് ആരാധിക്കും.
നിന്റെ തലമുറകൾ യാഗപീഠം പണിത് ആരാധിക്കുക. ഒരുപക്ഷെ കാലാന്തരത്തിൽ ഒരു സീസണിലേക്ക് യഹോവയുടെ യാഗപീഠങ്ങൾ ഇടിഞ്ഞു കിടന്നേക്കാം. പക്ഷേ അതിനകത്തു നിന്നും വംശത്തിൽ ഒരുത്തനായി ഒരു ഏലിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് യാഗപീഠങ്ങളെ പണിയിപ്പിക്കും. നീ വിശ്വസിക്കും, നിന്റെ നീതി എന്നേക്കും നിലനിൽക്കുക. നിന്റെ നീതി എന്നേക്കും നിലനിൽക്കുക. ആ നീതിയുടെ ഒരു ഭാഗം the worship shall sustain. നിന്റെ തലമുറകൾ ആരാധന വേറിട്ട് ആരാധിക്കുക. ഇനി അടുത്തതായിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ, ഞാൻ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിലെ ഒരു സംഗതിയാണ് പറഞ്ഞു വരുന്നത്. ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം, അവിടെ അബ്രഹാമിൻ്റെ ചരിത്രമാണ്. 9-ാം വാക്യത്തിൽ ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിൻ്റെ ശേഷം തലമുറയായി നിൻ്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും മധ്യേ ഉള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത്. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം. ഒരു നിയമം നൽകുകയാണ്, ഒരു കവനന്റ് നൽകുകയാണ്. ഈ ഒരു ഉടമ്പടി കൊടുത്തിട്ട് പറയുകയാണ്, ഈ ഉടമ്പടി നീ മാത്രമല്ല, നിന്റെ മക്കളും മക്കളുടെ മക്കളും മുഴുവനും പാലിക്കണമെന്ന് പറയുകയാണ്. അബ്രഹാം ഇത് അനുസരിച്ചു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തൻ്റെ മകനായ ഇസഹാക്കിന് 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. അബ്രഹാം പരിച്ഛേദന കഴിച്ചു. അബ്രഹാം ദൈവത്തോടുള്ള കവനന്റിനെ കീപ്പ് ചെയ്തു. പക്ഷേ അത് തലമുറകൾ കീപ്പ് ചെയ്യുമോ? അത് തലമുറകൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാനത് മുമ്പേ ഒക്കെ ഞാൻ 3 ഘട്ടങ്ങളിൽ പറഞ്ഞു നിർത്തി. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് ഇങ്ങടെ ഈ ഒരു വിഷയത്തിൽ കയറുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അബ്രഹാം ദൈവവുമായിട്ട് കവനന്റ് ചെയ്തു. അബ്രഹാം ആ കവനന്റിനെ അനുസരിക്കുകയാണ്. എന്നാൽ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇപ്പോൾ അബ്രഹാം പരിച്ഛേദന കഴിഞ്ഞു, ഇസഹാക്കിനും പരിച്ഛേദന കഴിച്ചു. വീണ്ടും 34-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എൽ എലോഹെ ഇസ്രായേൽ എന്ന് പേർ വിളിച്ച ശേഖേം പട്ടണത്തിലെ പ്രശ്നമാണ്. ഇവിടെ യാക്കോബിനെ കുറിച്ചല്ല പറയുന്നത്, യാക്കോബിൻ്റെ മക്കളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, യാക്കോബിൻ്റെ മകൾ ദീന ശേഖേം പട്ടണത്തിൽ കടന്നുപോയി. ഇപ്പോൾ ശേഖേം പൗരനിലെ പ്രമുഖനായിരിക്കുന്ന മനുഷ്യൻ വന്ന്, സ്തോത്രം, ഈ ദീനായെ വിവാഹം ആലോചിക്കുകയാണ്. പക്ഷേ അവർക്കത് കൊടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ യാക്കോബിൻ്റെ പുത്രന്മാർ കയറി ചെന്നൊരു നിബന്ധന വെക്കുകയാണ്. ആ നിബന്ധന വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 34:15, നിങ്ങളിലുള്ള ആണെല്ലാം പരിച്ഛേദന ഏറ്റ് നിങ്ങൾ ഞങ്ങളെ പോലെ ആയിത്തീരുമെങ്കിൽ. അവിടെ യാക്കോബിൻ്റെ മക്കൾ പറയുന്ന ഒരു കാര്യം കേട്ടോ, നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിത്തീരണമെങ്കിൽ എന്ത് ചെയ്താലേ പറ്റത്തുള്ളൂ? പരിച്ഛേദന ഏറ്റാലേ പറ്റത്തുള്ളൂ. ഇത് ദൈവം ഈ രൂബേൻ്റെ, ശിമയോൻ്റെ, നഫ്താലിയുടെയും, ദാനിൻ്റെയും, ഗാദിൻ്റെയും, ആശേറിൻ്റെയും ഈ അടുക്കൽ എന്തെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ പരിച്ഛേദന ഏൽക്കണമെന്ന്? ഇല്ല. അവരുടെ അപ്പനായിരിക്കുന്ന യാക്കോബിൻ്റെ അപ്പനായ ഇസഹാക്കിൻ്റെ അപ്പനായ അബ്രഹാമിനോട് പറഞ്ഞ ഒരു കവനൻ്റാണ്. അബ്രഹാം ആ കവനൻ്റ് ചെയ്തു. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൽ അത് നിവർത്തിക്കപ്പെട്ടു. ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൽ അത് നിവർത്തിക്കപ്പെട്ടു. യാക്കോബിൻ്റെ 12 മക്കളിലും അത് നിവർത്തിക്കപ്പെട്ടു. ഇപ്പോൾ യാക്കോബിൻ്റെ 12 മക്കൾ എന്താ നിന്ന് പറയുന്നത്? യാക്കോബിൻ്റെ 10 പുത്രന്മാരെന്താ നിന്ന് പറയുന്നതെന്നറിയാമോ? നിങ്ങൾക്ക് ഞങ്ങളുമായിട്ടൊരു കണക്ഷൻ വേണമെങ്കിൽ ഈ കവനന്റിനകത്ത് നിന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അബ്രഹാമിക് കവനന്റ് ഇപ്പോൾ എവിടെ വരെ വന്ന് നിൽക്കുകയാണ്? കൊച്ചുമക്കളുടെ മക്കളിലും വന്ന് നിൽക്കുകയാണ്. ഞാൻ അതിനപ്പുറമായി അതിലേക്ക് കയറി വരാം. എന്നാൽ നാളുകളേറെ കഴിഞ്ഞുപോയി. 400 സംവത്സരത്തെ മിസ്രൈമ്യ പ്രവാസം സംഭവിച്ചു. മിസ്രൈമ്യ പ്രവാസത്തിലും ഇസ്രായേല്യർ മുഴുവനും പരിച്ഛേദനകൾ ഏറ്റുകൊണ്ടേയിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി ദൈവം മോശയെ അഭിഷേകം ചെയ്തു. ഈ മോശയെ, സ്തോത്രം, വളർന്നു വന്നത് മുഴുവൻ ആരായിട്ടാണ്? ഒരു മിസ്രൈമ്യനായിട്ടാണ് മോശ വളർന്നു വന്നത്. മോശ മിസ്രൈമ്യനായിട്ട് വളർന്നു വന്നു. ഇപ്പോൾ മോശയ്ക്ക് വിവാഹം നടക്കുകയാണ്. വിവാഹം നടന്നത് എവിടെയാണെന്നറിയാമോ? മിദ്യാന്യ പുരോഹിതനായിരിക്കുന്ന യിത്രോവിൻ്റെ വീട്ടിൽ. പിൽക്കാലത്ത് കൂശ്യ സ്ത്രീ എന്നൊക്കെ പറയുന്നു. സ്തോത്രം. അപ്പോൾ മോശ ജനിച്ചത് ഒരു ഇസ്രായേല്യ കുടുംബത്തിൽ, ഒരു ലേവ്യ കുടുംബത്തിൽ. പക്ഷേ മോശ വളർന്നത് ഒരു മിസ്രൈമ്യ കുടുംബത്തിൽ. മോശ ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരെയായിരിക്കുന്നു? ഒരു മിദ്യാന്യ സ്ത്രീയെ ആയിരിക്കുന്നു. മിദ്യാന്യ സ്ത്രീയെ വിവാഹം കഴിച്ചോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവർക്കൊരു മകനുണ്ടാകുന്നു. അവൻ ഏത് ലെഗസിയിൽ വളരും? സ്തോത്രം. ആമേൻ. ജനിച്ചത് ഇസ്രായേൽ കുടുംബത്തിൽ മോശെ, വളർന്നത് മിസ്രൈം കുടുംബത്തിൽ, കല്യാണം കഴിച്ചത് മിദ്യാന്യ സ്ത്രീയെ. ഇപ്പോൾ മോശ ഏത് ലെഗസിയെ മോശ പിന്തുടരുക? ആമേൻ.
ഇസ്രായേലിൻ്റെ ലേവ്യ ലെഗസിയെ പിന്തുടരുമോ? ഈജിപ്ഷ്യൻ ലെഗസിയെ പിന്തുടരുമോ? മിദ്യാന്യ ലെഗസിയെ പിന്തുടരുമോ? ചോദ്യം പ്രസക്തമാണ്. മോശെ യിത്രോവിൻ്റെ അടുക്കൽ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒരു പാരമ്പര്യമുണ്ട്. കുഞ്ഞ് ജനിച്ചിട്ട് 8ാമത്തെ ദിവസം എന്ത് ചെയ്യോ? അതിനെ അഗ്രചർമ്മം ഛേദിപ്പിക്കുന്ന പരിച്ഛേദന ചെയ്യുമെന്ന് പറഞ്ഞു. മിദ്യാന്യ പുരോഹിതനായ യിത്രോ പറഞ്ഞു, ഇത്ര വൃത്തികെട്ട ഒരു ആചാരം ഞാൻ കേട്ടിട്ടില്ല. ചോരക്കുഞ്ഞിനെ പിടിച്ചു വെച്ചിട്ട് ഏറ്റവും സെൻസിറ്റീവായിട്ടിരിക്കുന്ന ഒരു ശാരീരിക അവയവം കൽക്കത്തിയെടുത്ത് വെട്ടിക്കളയണമെന്ന്. ആ കൊച്ചുകുഞ്ഞിന് ഇൻഫെക്ഷൻ വരുമെന്നേ. ഈ പൊടിക്കൊച്ച് 8 ദിവസം പ്രായമായി ഈ പൊടിക്കൊച്ച് കരഞ്ഞ് അത് ചത്തുപോകുമെന്നേ. മോശെ, നീ എന്തൊരു വിഡ്ഢിത്തരമാ പറയുന്നത്? ഈ കുഞ്ഞിനുണ്ടാകുന്ന ഈ മുറിവ് ഹീലാകാൻ ചിലപ്പോൾ 1 മാസം എടുക്കുക. 8 ദിവസം പ്രായമായി ചോരക്കുഞ്ഞിനോട് ക്രൂരത കാണിക്കാൻ ഇത് എന്തൊരു നിയമമാ മോശെ? മോശ മിദ്യാന്യ കുടുംബത്തിൽ വെച്ച് മോശയുടെ വായി എന്ത് ചെയ്തെന്നറിയാമോ? അടഞ്ഞുപോയി. മോശയ്ക്ക് പറയാൻ കഴിയുന്നില്ല. മോശ അസ്വസ്ഥനായി. മോശ പലപ്പോഴും കുടുംബത്തിൽ ഇത് പറയാൻ ആഗ്രഹിച്ചോ, പക്ഷേ രഘുവേലിൻ്റെ അടുക്കൽ ഇത് പറയാൻ തനിക്ക് എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. നാളുകൾ ഏറെ കഴിഞ്ഞു. ഒരു ദിവസം മോശ യിത്രോവിൻ്റെ അടുക്കൽ പറഞ്ഞു, ഞാനിങ്ങനെ മിസ്രൈമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. യിത്രോ പറഞ്ഞു, പോയിക്കൊള്ളാൻ പറഞ്ഞു. മോശയും ഭാര്യയും കൂടെ പോവുകയാണ്. പോകുന്ന വഴിയിൽ അപ്പൻ കാശൊക്കെ കൊടുത്താൽ വിട്ടത്. യേശു ജനിച്ചപ്പോൾ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തതുപോലെയൊന്നുമല്ല. ഇവർ വളരെ ഗ്രാൻഡായിട്ട് പോയി. ഇവരൊരു സത്രത്തിൽ റൂം വാടകയ്ക്കെടുത്ത് ആ സത്രത്തിൽ ഇവർ രാത്രി കിടക്കുകയാണ്. എന്തോ ക്ഷീണം കൊണ്ടായിരിക്കാം മോശ നല്ല സുന്ദരമായിട്ട് ഉറങ്ങുകയാണ്. മോശ സുന്ദരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇതാ മോശയുടെ ഭാര്യ ഉറക്കമൊഴിഞ്ഞെഴുന്നേറ്റപ്പോൾ മുറിയിൽ ഇതാ ഊരിപ്പിടിച്ച വാളുമായി ഒരു സംഹാരദൂതൻ നിൽക്കുന്നു. അവൾ ചോദിച്ചു, ഇതെന്താ ഇപ്പോൾ ഇങ്ങോട്ട് കൊല്ലാൻ വന്നിരിക്കുന്നത്? ആമേൻ. അവൻ പറഞ്ഞു, ഇവൻ എൻ്റെ നിയോഗം പേർന്നവനാണ്, എൻ്റെ വാഗ്ദത്തം പേർന്നവനാണ്, പക്ഷേ എൻ്റെ നിയമത്തിനകത്ത് അവൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. യിത്രോവിൻ്റെ മകൾ മോശയുടെ ഭാര്യ നിന്ന നിപ്പിൽ എന്ത് ചെയ്തു എന്നറിയാമോ? സിപ്പോര ഒരു കൽക്കത്തി എടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അവൻ്റെ കാൽക്കലിട്ടോ, നീ എനിക്ക് രക്തമണവാളൻ എന്ന് വിളിച്ചു പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 24, 25, 26 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ 25-ാം വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. അവിടെ ഇങ്ങനെയാണ്, അപ്പോൾ സിപ്പോര ഒരു കൽക്കത്തി എടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അവൻ്റെ കാൽക്കലിട്ടോ, നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. കണ്ടോ, ഇന്ന് ഞാൻ നിങ്ങളോട് തിരികെ ഒരു ചോദ്യം ചോദിക്കുക. മോശയുടെ കുഞ്ഞിനെ പരിച്ഛേദന കഴിപ്പിച്ചത് മോശയാണോ അതോ മിദ്യാന്യ സ്ത്രീയായിരിക്കുന്ന സിപ്പോറയാണോ? കണ്ടോ, ഇന്ന് ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. മോശയ്ക്ക് ആ നീതിയെ നിലനിർത്താൻ കഴിയാതിരുന്നപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച്, ആരാണോ മോശയുടെ നീതി നിലനിൽക്കത്തില്ലെന്ന് പറഞ്ഞത്, അതേ സിപ്പോറയെ കൊണ്ട് തന്നെ ആ കവനന്റിലേക്ക് കയറുകയാണ്. മോശ ഉറക്കം വിട്ട് എഴുന്നേറ്റപ്പോൾ ഇതാ മുറിക്കകത്തെല്ലാം രക്തം കിടക്കുന്നു. മോശ എഴുന്നേറ്റത് തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ്. മോശ എഴുന്നേറ്റപ്പോൾ കൈ നിറച്ച് രക്തം പിടിച്ചു നിൽക്കുന്ന ഭാര്യ തൻ്റെ കുഞ്ഞ് വേദന കൊണ്ട് നിന്ന് പൊളയുന്നു. മോശ ചോദിച്ചോ, എന്താ സംഭവം, എന്താ ഇവിടെ നടന്നത്? അവൾ പറഞ്ഞു, നീ എനിക്ക് രക്തത്തിൻ്റെ ഉടമ്പടിയാൽ നൽകപ്പെട്ടൊരു മണവാളനാണ്. നിന്റെ ദൈവവും നീയും കൂടെ നിന്റെ പിതാക്കന്മാരുടെ കാലം തുടങ്ങി ഒരു കവനന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കവനന്റിനെ ഞാൻ ചിന്തിച്ചാലോ, എൻ്റെ അപ്പൻ യിത്രോവ് ചിന്തിച്ചാലോ, ഒരു മിദ്യാന്യ ശക്തി ചിന്തിച്ചാലോ ആ കവനന്റിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആകയാൽ ആ കവനന്റിനെ ഞാൻ തന്നെ നിനക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു തന്നിരിക്കുന്നു. മോശ ഇങ്ങനെ വണ്ടടിച്ച് കാണും. ഇത്രയും നാൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും ഇവളാ സമ്മതിക്കാതിരുന്നത്. അമ്മേ, സിപ്പോറെ നോക്കി ചോദിച്ചു കാണും, പെണ്ണെ നിനക്ക് എവിടെ നിന്ന് ഈ ധൈര്യം കിട്ടിയെന്ന്. അവൾ പറയും, ഞാൻ ധൈര്യത്തിലല്ല അത് ചെയ്തത്, ദൂതനെ കണ്ട ഭയത്തിലാണ് അത് ചെയ്തത്. ഇന്ന് പകൽക്കാല വിശ്വസിക്കണം ദൈവ പൈതലേ, നിന്റെ നീതി നിലനിൽക്കുക, നിന്റെ തലമുറകൾ നിലനിൽക്കുക. അബ്രഹാമിനോട് ചെയ്ത നിയമം ഇപ്പോൾ മോശയുടെ കാലത്ത് അത് നിറവേറുകയാണ്. ആരാണ് മോശയുടെ കാലത്ത് അത് നിറവേറ്റിയത്? മോശയല്ല, മോശയുടെ മാതാപിതാക്കളല്ല. പകരം മോശ അന്യദേശത്ത് നിന്നൊരു മിദ്യാന്യ സ്ത്രീയെ വിളിച്ചു കൊണ്ടുവന്നു. ആ മിദ്യാന്യ സ്ത്രീ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ദൈവത്തിന്റെ ഉടമ്പടി മോശയുടെ മേൽ നിറവേറ്റുകയാണ്.
ഞാൻ ചോദിക്കട്ടെ, കവനന്റ് ബ്രേക്ക് ആകുമോ? കവനന്റ് ബ്രേക്ക് ആകുമോ? നമ്മുടെ നീതി എന്നേക്കും നിലനിൽക്കും. നമ്മുടെ നീതി എന്നേക്കും നിലനിൽക്കും. നമ്മുടെ നീതി എന്നേക്കും നിലനിൽക്കും. ചിലപ്പോൾ ആ നീതി വെളിപ്പെടാനൊക്കെ താമസിച്ചേക്കും കേട്ടോ. മോശയുടെ കുഞ്ഞിനെ പരിച്ഛേദന ചെയ്യാൻ സമയം താമസിച്ചു എന്നും പറഞ്ഞ് പരിച്ഛേദന ചെയ്യാതിരുന്നു? ഇല്ല. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 40 വർഷം പരിച്ഛേദനകൾ ഇല്ലായിരുന്നു. അതിനുശേഷം ഗിൽഗാലിൽ ചെന്ന് അവിടെ വെച്ചവർ പിന്നെയും പരിച്ഛേദന കഴിച്ചു. ഞാൻ ആവർത്തിക്കുന്നു, ചില വിഷയങ്ങൾ നീണ്ടുപോയേക്കാം. ചിലപ്പോൾ നിങ്ങൾ 10ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് പ്രാപിച്ചില്ലായിരിക്കാം. എൻ്റെ ഫാദർ 6ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചതാണ്. എൻ്റെ ജ്യേഷ്ഠനും ഏതാണ്ട് 6-7ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. ആകയാൽ 5ാമത്തെ വയസ്സ് തുടങ്ങി എൻ്റെ മേളിൽ ഭയങ്കര ഗുസ്തിയായിരുന്നു, അടിയട പൂരമായിരുന്നു. ഇപ്പം നിങ്ങൾ ചിന്തിച്ചാൽ 2-3 വർഷമല്ലേ എന്ന് ചിന്തിക്കും. ഞാൻ 9 വയസ്സ് കഴിഞ്ഞിട്ട് അഭിഷേകം പ്രാപിക്കുന്നത്. പക്ഷേ 6 തുടങ്ങി 9 വയസ്സ് വരെയുള്ള ഈ 3 വർഷം പീഡാകാലമായിരുന്നു എന്ന് പറയണം. എടാ, ഞാൻ 6ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു, നീ എന്തുകൊണ്ട് പ്രാപിക്കുന്നില്ല? ഞാൻ പറയാം, അഭിഷേകം പ്രാപിക്കാൻ താമസിച്ചേക്കും, സ്നാനപ്പെടാൻ താമസിച്ചേക്കും. പക്ഷേ ദൈവം നിൻ്റെ മേലിട്ട നീതി നിൻ്റെ തലമുറകൾ പകരപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. എൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. എൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. എൻ്റെ തലമുറകൾ അത് ക്യാരി ചെയ്യും. അപ്പോൾ അബ്രഹാമിൻ്റെ യാഗപീഠം, അബ്രഹാമിൻ്റെ കവനൻ്റ്. 3ാമത്തെ ഒരു കാര്യത്തിലേക്ക് ഞാൻ കടന്നു വരാം. സ്തോത്രം. അബ്രഹാം ആരംഭിച്ച ഒരു പരിപാടിയുണ്ട് ബൈബിളിൽ ആദ്യം അത് ആരംഭിക്കുന്നത് ആരാണെന്നറിയാമോ? അബ്രഹാമാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ സൊദോം ഗൊമോറ രാജാക്കന്മാരുടെ നേരെ യുദ്ധത്തിന് വന്ന രാജാക്കന്മാർ ലോത്തിനെയും കൂട്ടരെയും കൂടെ പിടിച്ചുകൊണ്ടുപോയി എന്നറിഞ്ഞിട്ട് അബ്രഹാം തൻ്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളുമായി അവരെ ചേസ് ചെയ്ത് തോൽപ്പിച്ച് ശത്രു രാജാക്കന്മാരെ കീഴ്ക്കുഴിയിൽ തള്ളിയിട്ടിട്ട്, സ്തോത്രം, അബ്രഹാം തിരിച്ചു വരുന്നൊരു ഭാഗമുണ്ട്. ആ തിരിച്ചു വരുമ്പോൾ അബ്രഹാം നേരെ കടന്നുപോയിട്ട്, സ്തോത്രം, യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ശാവേ താഴ്വരയിൽ വെച്ച് മൽക്കിസദേക്ക് എന്ന് പറയുന്ന ശാലേം രാജാവ്, അവൻ രാജാവും പുരോഹിതനുമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യവും യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വവും മൽക്കിസദേക്കിൻ്റെ ക്രമത്തിലാണ്. ആ മൽക്കിസദേക്ക് എന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനെ എതിരിട്ട് വരുന്ന അബ്രഹാം ആരംഭിച്ചതായിട്ടുള്ള ഒരു ലെഗസിയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. അപ്പം അബ്രാം ഒരു കാര്യം ആരംഭിക്കുകയാണ്. എന്താണെന്നറിയാമോ? ദശാംശം കൊടുക്കുക. അതൊരു നീതിയായിരുന്നു സഹോദരങ്ങളെ. അബ്രഹാം ഒരു നീതി ആരംഭിച്ചു, ദശാംശം കൊടുക്കുവാൻ, പുരോഹിതന് ദശാംശം കൊടുക്കുവാൻ, തനിക്ക് ലഭിക്കുന്ന നന്മകൾ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങി. ആര്? അബ്രാം. എന്നാൽ ദശാംശം കൊടുക്കുന്ന അതേ സമയത്ത് അബ്രാം വേറൊരു കാര്യവും കൂടെ ചെയ്തു. സൊദോം രാജാവിൻ്റെ അടുക്കൽ പറഞ്ഞു, നിന്റെ ചെരുപ്പിൻ്റെ വാറാകട്ടെ ഞാൻ മേടിക്കുകയില്ല, നീ എന്നെ സമ്പന്നനാക്കിയെന്ന് പറയുവാൻ ഞാൻ സാധ്യത ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞ് തൻ്റെ സമ്പത്തിന് വേണ്ടി മനുഷ്യനിൽ ആശ്രയിക്കാതെ തനിക്ക് ലഭിച്ച സമ്പത്ത് കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കാൻ തുടങ്ങി. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, സമ്പത്തിന് വേണ്ടി മനുഷ്യനെ ആശ്രയിക്കാതെ തനിക്ക് ലഭിച്ച സമ്പത്ത് കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കാൻ തുടങ്ങി. അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. അവിടെ കൊണ്ട് തീരുന്നില്ല. ഇത് അബ്രാം ആരംഭിക്കുന്ന ഒരു നീതിയാണ്. ഇനിയും അടുത്തതായി ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഭാഗം മിസ്സിംഗ് ആണ്. പക്ഷെ നമുക്ക് ആ വാക്യത്തെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുക. 26-ാം അധ്യായം 12-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ വാക്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, യഹോവ അവനെ അനുഗ്രഹിച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. മുകളിലത്തെ വാക്യം തന്നെ 26:12. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, യഹോവ അവനെ അനുഗ്രഹിച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. അങ്ങനെയാണോ വാക്യം എഴുതിയിരിക്കുന്നത്? അല്ല. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. അതിനുശേഷം ദൈവം അവനെ അനുഗ്രഹിച്ചു. അത് എപ്പോഴായിരിക്കും ദൈവം ഇവനെ അനുഗ്രഹിച്ചത്? വിതച്ചപ്പോഴാണോ ദൈവം അനുഗ്രഹിച്ചത്? അല്ല. വിതച്ചു, 100 മേനി വിളവ് കിട്ടി. അതിനകത്തുനിന്ന് ഇസഹാക്ക് എന്തോ ചെയ്തു? ആ വിളവും എടുത്തുകൊണ്ട് ദൈവം
ദൈവത്തെ പോയി കണ്ടു. അവിടെ വെച്ച് സംഭവിച്ച കാര്യമാണ് യഹോവ അവനെ അനുഗ്രഹിച്ചു. അബ്രഹാം ദശാംശം കൊടുത്തു, ഇസഹാക്ക് ദശാംശം കൊടുത്തോ? കണ്ടോ, നിന്റെ നീതി എന്നേക്കും നിലനിൽക്കുക. അബ്രഹാം ഒരു റൈച്ചസ്നെസ് എൻ്റെ ലെഗസി ആരംഭിച്ചെങ്കിൽ അതിപ്പോൾ ഇസഹാക്ക് എന്ത് ചെയ്യുകയാണ്? അത് അതുപോലെ ചെയ്യുകയാണ്. ഇനിയും അടുത്തത് യാക്കോബ്. അബ്രഹാമും ഇസഹാക്കും നന്മ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? ദശാംശം കൊടുത്തത്. അബ്രഹാം യുദ്ധം ജയിച്ചപ്പോൾ ദശാംശം കൊടുത്തു. ഇസഹാക്ക് കൃഷിയിൽ വർദ്ധിച്ചപ്പോൾ ദശാംശം കൊടുത്തു. ജയത്തിലും ദശാംശം കൊടുത്തു, വർധനവിലും ദശാംശം കൊടുത്തു. ഇനിയും അടുത്തത് യാക്കോബിലേക്ക് കടന്നു വരാം. യാക്കോബ് യുദ്ധം ജയിച്ചപ്പോഴും അല്ല ദശാംശം കൊടുക്കാമെന്ന് ഏറ്റത്. സ്തോത്രം. സമ്പത്ത് വർദ്ധിച്ചപ്പോഴുമല്ല. പകരം ഞാൻ മുൻപേ പറഞ്ഞില്ലേ, ഇൻ ഹിസ് ജേർണി ഫ്രം ദ വെൽ ഓഫ് കവനന്റ് ടു ദ പാർച്ച്ഡ് ലാൻഡ്, താൻ ഹാരാനിലേക്കുള്ള യാത്രാമധ്യേ ലൂസ് എന്ന ദേശത്ത് ചെന്നുവിടുമ്പോൾ ആ രാത്രി ഉറങ്ങി സ്കോബണിയുടെ മുകളിൽ വെച്ച് ദൈവം പറഞ്ഞു, യാക്കോബേ, ഞാൻ നിന്റെ അപ്പനായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ് എന്ന് പറഞ്ഞു. യാക്കോബ് തിരിച്ച് ദൈവത്തോടൊരു മറുപടി പറയുന്ന ഭാഗമുണ്ട്. ആമേൻ. എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് 28 അധ്യായം 21 തുടങ്ങിയുള്ള വാക്യങ്ങൾ. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോടുകൂടെ ഇരിക്കുക, ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ സൂക്ഷിക്കുകയോ, ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയോ, എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. അതുകൊണ്ടാണ് താൻ ശേഖേമിലെത്തിയപ്പോൾ പറഞ്ഞത് ഏൽ എലോഹേ ഇസ്രായേൽ എന്ന്. അപ്പോൾ അന്ന് വരെ താൻ പറയുകയാണ്, അപ്പന്മാരുടെ ദൈവമാണെങ്കിൽ അപ്പന്മാരുടെ ദൈവമായിരുന്നോട്ടെ, നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പക്ഷേ എലോഹേ ഇസ്രായേൽ എൻ്റെ ദൈവമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 22 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും എന്ന് പറഞ്ഞാൽ, ഇന്നലെ രാത്രി വല്ല കള്ളനും വന്നാൽ എറിയാൻ വെച്ച ഈ കല്ലേ, സ്തോത്രം, എൻ്റെ ഭയത്തിൻ്റെ കല്ല് എൻ്റെ ആരാധനയുടെ കല്ലായിത്തീരും. എൻ്റെ ഭയത്തിൻ്റെ കല്ല് എൻ്റെ ആരാധനയുടെ കല്ലായിത്തീരും. എന്നിട്ട് ഈ മനുഷ്യൻ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടോ? സ്തോത്ര, ഈ കല്ലെടുത്ത് താൻ 23 വാക്യത്തിലേക്ക് വരുമ്പോൾ ആ കല്ലെടുത്ത് താൻ നിവർത്തി വെച്ചിട്ട് തൻ്റെ കയ്യിൽ ഇരുന്നതായ ഒരു ചെറിയ എണ്ണപാത്രം എടുത്തിട്ട് താൻ എന്ത് ചെയ്തെന്നറിയാമോ? അതിനകത്തേക്ക് താൻ അതങ്ങനെ ഒഴിച്ചു കളഞ്ഞു. ഏതാണ്? ട്രസ്റ്റഡ് ലൈഫ് അവിടെ ആരംഭിക്കുകയാണ്. സ്തോത്രം. എന്നാൽ അവിടേക്ക് കടന്നു വരുമ്പോൾ എന്നിട്ട് 22 വാക്യത്തിൽ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ സകലത്തിൽ നിനക്ക് ദശാംശം തരാം. അബ്രഹാം ദശാംശം കൊടുത്തു, ഇസഹാക്ക് ദശാംശം കൊടുത്തു, യാക്കോബ് ദശാംശം കൊടുത്തു. ആമേൻ. നീ ദൈവത്തെ മാനിച്ചവനാണെങ്കിൽ നിന്റെ മക്കൾ ദൈവത്തെ മാനിക്കും, നിന്റെ കൊച്ചുമക്കളും ദൈവത്തെ മാനിക്കും, അവരുടെ മക്കളും ദൈവത്തെ മാനിക്കും. ഇന്ന് പകൽ വിശ്വസിക്ക്, എൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും, എൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. അബ്രഹാം ദശാംശം കൊടുത്തു, ഇസഹാക്ക് കൊടുത്തു, യാക്കോബിന് ഒന്നുമില്ലാഞ്ഞിട്ട് യാക്കോബ് പറഞ്ഞു, ഞാനും ദശാംശം കൊടുക്കും എന്ന് പറഞ്ഞു. ആ യാക്കോബ് മാത്രമല്ല, പിൽക്കാലത്ത് ദൈവം ഇസ്രായേലിന്റെ നടുവിൽ ചട്ടമായിട്ട് പറഞ്ഞു. സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, ലേവ്യ പുസ്തകം, ഇവിടേക്കൊക്കെ കടന്നു വരുമ്പോൾ സ്തോത്രം, ദൈവം പറഞ്ഞു, ആമേൻ, അത് ഞാൻ ഇനിയും നിങ്ങളുടെ ഇടയിൽ ഒരു പ്രമാണമാക്കി വെച്ചിരിക്കുന്നു. ലേവ്യ പുസ്തകം 27:30. ഞാൻ അതിൽ നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് കൂടെ കിടക്കാം. ലേവ്യ പുസ്തകം 27:30. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശം ഒക്കെയോ യഹോവയ്ക്കുള്ളതാകുന്നു, അത് യഹോവയ്ക്ക് വിശുദ്ധം എന്ന് പറഞ്ഞാൽ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ചെയ്തത് ഇപ്പോൾ ഇസ്രായേലിന്റെ കാലമായപ്പോഴത്തേക്ക് ഈ ലെഗസിയെ ആരാ കീപ്പ് ചെയ്യുന്നത്? ഈ നീതിയെ ആരാ കീപ്പ് ചെയ്യുന്നത്? ദൈവം തന്നെ പറയുക, നീ ഇത് ചെയ്താലേ പറ്റത്തുള്ളെന്ന്. മോശയുടെ കുഞ്ഞിനെ ആരാ പരിച്ഛേദന കഴിപ്പിച്ചത്? ദൂതനിറങ്ങി സിപ്പോറയും കൊണ്ട് ചെയ്യിപ്പിച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ നീതിയിൽ നിലനിർത്താൻ നമുക്കൊരു ടു ആൻ എക്സ്റ്റെൻറ്റ് വി ക്യാൻ. പക്ഷെ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ അതിന് കഴിയാത്ത ഒരു അവസ്ഥ വന്നാൽ, മോശയുടെ കുഞ്ഞിനെ പരിച്ഛേദന കഴിപ്പിക്കാൻ മോശ പ്രയാസപ്പെട്ടത് കൊണ്ട് നടന്നെന്നാണോ? മോശ പ്രാർത്ഥിച്ചത് കൊണ്ട് നടന്നെന്നാണോ? മോശയ്ക്ക് വേണ്ടി ഒരു ദൂതനിറങ്ങി നീതി അവിടെ നിർത്തി.
എന്നാൽ ദശാംശത്തിൻ്റെ വിഷയത്തിൽ തലമുറകളുടെ അടുക്കൽ ദൂതൻ വന്ന് പറയുകയായിരുന്നില്ല. ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ദശാംശം മാറ്റി വെച്ചേക്കണം, അത് എനിക്കുള്ളതാ എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും നീതി ദൈവം ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ദൈവം നേരിട്ടിറങ്ങി അത് തൻ്റെ തലമുറകളിൽ കൂടി നടത്തിയെടുക്കുകയാണ്. നിങ്ങളുടെ നീതി നിലനിൽക്കുമോ? നമ്മുടെ നീതി നിലനിൽക്കുമോ? നമ്മുടെ പിള്ളേരത് നിലനിർത്തത്തില്ലെന്ന് പറഞ്ഞാലോ? ദൂതൻ ഇറങ്ങി നിലനിർത്തും, ദൈവം ഇറങ്ങി നിലനിർത്തും. ഈ നീതിയെ ലംഘിച്ചാൽ ദൈവം ഇടപെടും. ഈ നീതിയെ ലംഘിച്ചാൽ ദൈവം ഇടപെട്ട് കൊട്ടുകൊടുത്തായാലും അവനെ എന്ത് ചെയ്യും? മടക്കിക്കൊണ്ടുവരും. അതുകൊണ്ടാണ് ദൈവം കയറി ദൈവം ജനത്തിൻ്റെ അടുക്കൽ കയറി ഉടക്കിയിട്ടുള്ള വളരെ ചെറിയ വിഷയങ്ങളേ ഉള്ളൂ. അതിനകത്ത് ദൈവത്തെ പരീക്ഷിച്ചോളാൻ പറഞ്ഞ് ദൈവം ഒരൊറ്റ കാര്യത്തിലെ ഇടം കൊടുത്തിട്ടുള്ളൂ, ദശാംശത്തിൽ. ഉൽപ്പത്തിയിൽ ദൈവം ആരംഭിച്ച ലെഗസി മലാഖിയിൽ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്യുകയാണ്? നീ ചെയ്തേ പറ്റത്തുള്ളെന്ന് പറഞ്ഞ് നമ്മുടെ ഭാഷ പറഞ്ഞ കുത്തിന് പിടിച്ചു നിർത്തി ദൈവം പരിപാടി ചെയ്യിപ്പിക്കുക. എന്താ കാര്യം എന്നറിയാമോ? അബ്രഹാമിൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. എൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. എൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. ഒരു സീസണലല്ല ദൈവം നമ്മുടെ മേലിട്ട ജസ്റ്റിഫിക്കേഷൻ. ഒരു സീസണലല്ല ദൈവം നമ്മുടെ മേലിട്ടിരിക്കുന്ന നീതി, റൈച്ചസ്നെസ്. അത് തലമുറ കൈമാറും. ഒരു സീസണിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനാത്മീയരെന്നോ ദൈവം വഴി വിട്ടു പോകുന്നവരെന്നോ അല്ലെങ്കിൽ കർത്താവെ ഈ നീതി എൻ്റെ തലമുറകൾ എങ്ങനെ ക്യാരി ചെയ്യുമെന്നോ നിങ്ങൾ ആശങ്കപ്പെട്ടേക്കാം. നോ, ദൂതൻ ഇറങ്ങിയാലും ദൈവം ഇറങ്ങിയാലും ആ കാര്യം നിവർത്തിക്കും. എൻ്റെ നീതി നിലനിൽക്കും. എങ്ങനെ നിലനിൽക്കും? എൻ്റെ തലമുറകളിൽ കൂടെ നിലനിൽക്കും. സ്തോത്രം. ഞാൻ അതിൻ്റെ 4-ാമത്തെ ഭാഗത്തിലേക്ക് വരാം. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നോഹ, അബ്രഹാം. ഞാൻ മറ്റൊരു വ്യക്തിയിലേക്ക് കയറുന്നു, ദാവീദ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, 1 രാജാക്കന്മാർ 9:5 അവിടെ പറയുകയാണ്, നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിലെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ല. ഇവിടെ ദൈവം ശലോമോൻ്റെ അടുക്കൽ പറയുകയാണ്, ശലോമോൻ, നിന്റെ അപ്പനായ ദാവീദിനോട് ഞാനൊരു കാര്യം പറഞ്ഞു, നിന്റെ മക്കളെ ഞാനിങ്ങനെ നീതിയുള്ള സിംഹാസനത്തിൽ ഇരുത്തും, അങ്ങനെ നീതിയോടുകൂടെ ഭരണം നടത്തുമെന്ന്. പക്ഷേ പിൽക്കാലത്ത് ഈ വാഗ്ദത്തം തെറ്റിയിട്ട് നീണ്ട കാലങ്ങളിൽ 2 കാര്യവും ഇല്ലാതായിപ്പോയി. ദാവീദിൻ്റെ സിംഹാസനവും ഇല്ലാതായിപ്പോയി, ഇസ്രായേലിൽ ഒരു രാജാവും ഇല്ലാതെയായിപ്പോയി. BC 700-കളിൽ സിദക്കിയ രാജാവ് കൊല്ലപ്പെട്ടു. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിനെ പിടിച്ച് കീഴടക്കി യഹൂദന്മാരെ ബാബിലോണിലേക്ക് അടിമകളും പ്രവാസികളുമായി കൊണ്ടുപോയി. അതിനുശേഷം ഇന്നേ വരെ ഇസ്രായേലിൻ്റെ നടുവിൽ ഒരു രാജാവ് ഇല്ല. മടങ്ങി വന്ന സിദക്കിയാവിൻ്റെ കൊച്ചുമകൻ്റെ മകനായിരിക്കുന്ന സെരൂബാബേൽ, സ്തോത്രം, അവിടെ ഗവർണറായി. പക്ഷെ ഗവർണറായതല്ലാതെ യഹൂദന്മാർക്കാരില്ലായിരുന്നു? രാജാവില്ലായിരുന്നു. അവർ ഒരു പേർഷ്യൻ ടെറിട്ടറി ആയിട്ടാണ് അവർ ജീവിച്ചത്. അതുകൊണ്ടാണ് ഇവർക്കൊരു രാജാവ് ഉണ്ടാകുമോ എന്ന് ഭയങ്കര ഭയമാണ്. അതുകൊണ്ടാണ് എസ്രായേലും നെഹമ്യാവിലും പറഞ്ഞത്, രാജാവേ, ഞങ്ങൾ കോവിലകത്തെ ഉപ്പ് തിന്നുന്നവരാകുന്നത് കൊണ്ട് അങ്ങേക്കൊരു കത്തെഴുതുകയാണ്, ഈ പട്ടണം പണിത് തീർന്നാൽ രാജാവിന് കരമോ ചുങ്കമോ നികുതിയോ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇവരൊരു രാജാവിനെ വാഴിച്ച് ഇവരൊരു കൊട്ടാരം പണിത് ഇവരൊരു സ്വയംഭരണ മണ്ഡലമായി മാറ്റപ്പെടും. അപ്പോൾ പേർഷ്യൻ കിങ്ഡത്തിൽ, ഗ്രീക്ക് കിങ്ഡത്തിൽ, റോമൻ കിങ്ഡത്തിൽ, ഇവിടെയൊക്കെ ഈ എംപയറിലെല്ലാം ഈ ഇസ്രായേൽ എന്താ മാത്രമാണെന്നറിയാമോ? ഒരു സ്റ്റേറ്റ് മാത്രമാണ്. കാരണം ദൈവത്തിന് നീതിയുള്ള ഒരു മനുഷ്യൻ അവരുടെ ഇടയിലില്ല. നീതിയുള്ള ഒരു മനുഷ്യൻ അവരുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ട് ദൈവം ആ സിംഹാസനമേ അവിടെ ഇല്ലാതാക്കി കളഞ്ഞു. ഇരിക്കാൻ ഒരു പുരുഷനില്ലാത്തത് കൊണ്ട് ദൈവം വേറൊരുത്തനെ അവിടെ കയറ്റി ഇരുത്തിയെന്നാണോ പറഞ്ഞത്? അല്ല, ദൈവം ആ സിംഹാസനം തന്നെ അവിടെ നിന്ന് എടുത്തങ്ങ് മാറ്റി. സ്തോത്രം. പൊസിഷൻ വേക്കൻ്റായിട്ട് ദൈവം ഇട്ടില്ല, സിംഹാസനമേ പൊളിച്ചു കളഞ്ഞു. പക്ഷേ ദൈവം ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുകയാണ്.
എങ്ങനെയാണെന്നറിയാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസ് 1:32 അവിടെ പറയുകയാണ്, മറിയത്തിൻ്റെ അടുക്കൽ ആമേൻ അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയുകയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, ഇപ്പോൾ ദാവീദിൻ്റെ നീതി നിലനിൽക്കണം. പക്ഷെ ദാവീദിൻ്റെ നീതി നിലനിർത്താൻ അവൻ്റെ വംശാവലിയിൽ ഒരുത്തനുമില്ല. അപ്പോൾ ആ പ്രശ്നത്തെ എങ്ങനെയാണ് സ്വർഗം പരിഹരിക്കുന്നത്? ക്രിസ്തു മുഖാന്തരം ആ പ്രശ്നത്തെ പരിഹരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, നമ്മുടെ നീതി നിലനിൽക്കും, ക്രിസ്തു മുഖാന്തരം ആ നീതി നിലനിൽക്കും. ആമേൻ. ക്രിസ്തു മുഖാന്തരമുള്ള നീതി നിലനിൽക്കുന്നതിൻ്റെ അടയാളമായി പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവിനാൽ, യേശു ക്രിസ്തുവിനാൽ നീതി നിലനിൽക്കും. സ്തോത്രം. ഞാൻ 1-ാമത്തെ ഭാഗം പറഞ്ഞു, എൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും എൻ്റെ തലമുറകളിൽ കൂടെ. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ പറഞ്ഞ്, ദൈവം എനിക്ക് നല്ല തലമുറകളെ തരും, ആ തലമുറകളിൽ കൂടെ എൻ്റെ നീതി നിലനിൽക്കും. ആവർത്തിച്ച് പറഞ്ഞ്, ദൈവം എനിക്ക് നല്ല തലമുറകളെ തരും, ആ തലമുറകളിൽ കൂടെ ദൈവം എൻ്റെ നീതി നിലനിർത്തും. കരമുയർത്തി ഹല്ലേലൂയ. അത് നീതിയുടെ നിലനിൽപ്പിൻ്റെ ഒരു വെർഷനാണ്. അൻറ്റിൽ ദ എൻഡ് ഓഫ് ദിസ് വേൾഡ്, ഈ ഭൂമി ഉള്ളിടത്തോളം എൻ്റെ നീതി നിലനിൽക്കും. കാരണം എൻ്റെ തലമുറകൾ നീതിയെ വഹിക്കുന്നവരായിരിക്കും. 2, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, അൻറ്റിൽ മൈ ഡെത്ത്, അൻറ്റിൽ മൈ ലാസ്റ്റ് ബ്രത്ത് ഐ ഷാൽ ബി എ റൈച്ചസ് പേഴ്സൺ. എൻ്റെ മരണപര്യന്തം ഞാൻ ആരായിരിക്കും? ഒരു നീതിമാനായിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ആദിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, കർത്താവേ നാളെ റിയാലിന് വില കൂടുവോ കുറയോ, ഇതൊന്നും അല്ല നമ്മൾ ആദ്യമോടെ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യമോടെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം? ദൈവമേ, അന്ത്യം വരെയും വിശ്വസ്തനെ. കർത്താവേ, ആദ്യയെക്കാട്ടിലും എൻ്റെ അവസാനം നല്ലതാക്കണം. നമ്മുടെ വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഏങ്ങൽ, ഭയം, പ്രാർത്ഥന, നമ്മുടെ ടെൻഷൻ ഏതാണെന്നറിയാം? അന്ത്യം വരെയും വിശ്വസ്തനായി. നമ്മുടെ നീതി നിലനിൽക്കണം, നമ്മുടെ വിശുദ്ധി നിലനിൽക്കണം, നമ്മുടെ കൃപ നിലനിൽക്കണം. ഇതാണ് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത്. ഇനിയും നമുക്ക് എതിരെ ശത്രു തൊടുത്തുവിടുന്ന ഏറ്റവും വലിയ ഇത് എന്താണെന്നറിയാമോ? ഇതിനേക്കാൾ വലിയ ഉണർവ് കണ്ടിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ സഭ കണ്ടിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ പാസ്റ്റർമാർ ദോഹ ഉണ്ടായിരുന്നു, ഇതിനേക്കാൾ വലിയ ചർച്ചുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ എന്തിയേ? അപ്പോൾ ശത്രു പറയുന്നത് എന്താണെന്നറിയാം? നിൻ്റെ നീതി നിലനിൽക്കത്തില്ല, നിൻ്റെ നീതി നിലനിൽക്കത്തില്ല, നിൻ്റെ നീതി നിലനിൽക്കത്തില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ നീതി നിലനിൽക്കും. സ്തോത്രം. എൻ്റെ നീതി നിലനിൽക്കും. എൻ്റെ സഹോദരങ്ങളെ, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ ദൈവം ഇയ്യോബിനൊരു ഐഡൻറ്റിറ്റി നൽകുകയാണ്. എന്താണ് ഐഡൻറ്റിറ്റി എന്നറിയാമോ? ആമേൻ. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായിരിക്കുന്ന ഇയ്യോബ്, എൻ്റെ ദാസനായിരിക്കുന്ന ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ ഇയ്യോബിൻ്റെ റെപ്യൂട്ടേഷൻ എന്തായിരുന്നു എന്നറിയാമോ? സ്തോത്രം. ദൈവത്തിൻ്റെ സ്റ്റാഫാണ്, ദൈവത്തിൻ്റെ സ്റ്റാഫാണ്, ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഇയ്യോബ്. എൻ്റെ സഹോദരങ്ങളെ, നീണ്ട 42 അധ്യായങ്ങൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായ 7 കഷ്ടതകളിൽ കൂടെ ഇയ്യോബ് കടന്നുപോയി. അതുകൊണ്ടാണ് പറഞ്ഞത്, 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. സ്തോത്രം. 1-ാമത് സ്തോത്രം, ശത്രുക്കൾ വന്ന് തൻ്റെ കാളകളെയും കഴുതകളെയും മോഷ്ടിച്ചു കൊണ്ടുപോയി. ഒരു മോഷണം സംഭവിച്ചു. മോഷണം
സംഭവിച്ചു? കള്ളന്മാർ തൻ്റെ സ്തോത്രം കാളകളെയും കഴുതകളെയും മോട്ടിച്ചു കൊണ്ടുപോയി. അതായിരുന്നു ഒന്നാമത്തെ കഷ്ടം, കള്ളന്മാരിൽ നിന്നുള്ള കഷ്ടം. രണ്ടാമത്തെ കഷ്ടം എന്ന് പറയുന്നത് ഒരു തീ പിടിച്ചു. തീ പിടിച്ച് ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി, സ്തോത്രം, തൻ്റെ ആട്ടിൻകൂട്ടം മുഴുവനും കത്തിച്ചാമ്പലായിപ്പോയി. ആമേൻ. ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ടെറിട്ടോറിയൽ ദൈവങ്ങൾ അല്ലെങ്കിൽ ആഭിചാര നക്ഷത്ര ജ്യോതിഷ ശക്തികളുടെ, അതുകൊണ്ടാണ് താൻ പിൽക്കാലത്ത് പറയുന്ന കാർത്തികയുടെയും മകയിരത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ ആഭിചാര അന്യാരാധന ശക്തികൾ തന്നെ കയറി അറ്റാക്ക് ചെയ്തു. ആകാശത്ത് നിന്ന് തീ ഇറങ്ങി. നാട്ടുകാരേലും ഇട്ട തീയാണോ? ആരും ഇട്ട തീയല്ല, ആകാശത്ത് നിന്ന് തീ ഇറങ്ങി. ആഭിചാര ശക്തികൾക്കകത്ത് താൻ എന്ത് ചെയ്തു? ഒന്ന്, കള്ളന്മാർ തൻ്റെ കഴുതകളെയും കന്നുകാലികളെയും കാളകളെയും പിടിച്ചുകൊണ്ട് പോയി. രണ്ട്, ആഭിചാരകന്മാർ ഇറങ്ങി തൻ്റെ ആടുകളെ മുഴുവനും കത്തിച്ചു കളഞ്ഞു. മൂന്ന്, സ്തോത്രം, കൽദയർ വന്ന് തൻ്റെ ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയി. കൽദയർ എന്ന് പറഞ്ഞാൽ ഒരു സാമ്രാജ്യ ശക്തിയാണ്. അപ്പോൾ ഒരു 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 രാജ്യം, ഒരു അധികാരം, ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് തന്നെ തകർത്ത് കളഞ്ഞു. കണ്ടോ, കള്ളന്മാർ തന്നെ തകർത്ത് കളഞ്ഞു, ആഭിചാരകന്മാർ തന്നെ തകർത്ത് കളഞ്ഞു, പൊളിറ്റിക്കൽ ഫോഴ്സ് തന്നെ തകർത്ത് കളഞ്ഞു. സ്തോത്രം. നാലാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റ് മരുഭൂമിയിൽ നിന്ന് വന്നു, തൻ്റെ വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു, കുടുംബം തകർത്ത് കളഞ്ഞു. കാളകളെയും കഴുതകളെയും തകർത്ത് കളഞ്ഞു, ആടുകളെ തകർത്ത് കളഞ്ഞു, സ്തോത്ര, ഒട്ടകങ്ങളെ തകർത്ത് കളഞ്ഞു, കുടുംബം തകർത്ത് കളഞ്ഞു. കള്ളന്മാർ തകർത്ത് കളഞ്ഞു, ആഭിചാരകന്മാർ അന്യാരാധനാ ശക്തി തകർത്ത് കളഞ്ഞു, കൽദയന്മാർ ജാതീയ ശക്തികൾ, ദേശത്തിൻ്റെ പൊളിറ്റിക്കൽ പവേഴ്സ് തകർത്ത് കളഞ്ഞു. 4, ഒരു കാറ്റ് വന്ന് തൻ്റെ കുടുംബം തകർത്ത് കളഞ്ഞു. 4 കഷ്ടതയ്ക്കകത്ത് ഇയ്യോബ് ഒടിഞ്ഞുകുത്തി അവിടെ ഇരുന്നു. ഒടിഞ്ഞുകുത്തി അവിടെ ഇരുന്ന സമയത്താണ് 5ാമത്തെ കഷ്ടം പൊങ്ങി വരുന്നു. ശരീരത്ത് മുഴുവനും വല്ലാത്ത വ്രണങ്ങൾ പൊങ്ങി വരുന്നു. താൻ തൻ്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു. താൻ പോയി ചാരത്തിൽ കുത്തിയിരുന്നു. ഒരു ഓട്ടിൻ കഷ്ണം എടുത്തു, തൻ്റെ ശരീരത്തെ ചുരണ്ടി. 3 കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയും. വിറക് കത്തിയൻ്റെ അവശിഷ്ടം, ചാരം, ഉടഞ്ഞുപോയൊരു ഉടഞ്ഞുപോയൊരു പാത്രത്തിൻ്റെ കഷണം, ഒരു ഓട്ട് കഷണം, തകർന്നുപോയൊരു ജീവിതത്തിൻ്റെ ബാക്കി പത്രം, ഇയ്യോബ്. എല്ലാം തകർച്ചയുടെ ബാലൻസ് മാത്രമാണ്. ഈ മനുഷ്യൻ ചുരണ്ടിക്കൊണ്ടിരുന്നു. 5ാമത്തെ കഷ്ടം, ഹെൽത്ത് പോയി. അതിൻ്റെ നടുവിലാണ് 6ാമത്തെ കഷ്ടം കയറി വന്നത്. ഭാര്യ തൻ്റെ അടുക്കൽ പറഞ്ഞു, നമുക്ക് ചാകാം. സ്യൂസൈഡൽ ടെൻഡൻസി. ആശ്രയിപ്പാൻ, തുണ നിൽക്കാൻ ആരുമില്ലാതെ ജീവിതത്തിൽ താൻ എന്ത് ചെയ്യപ്പെടാൻ തുടങ്ങി? ഒറ്റപ്പെടാൻ തുടങ്ങി. ഇതിനകത്തുനിന്നും താനിങ്ങനെ പിടിച്ചു കയറി വരാൻ നോക്കുമ്പോഴാണ് 3 സ്നേഹിതന്മാർ തന്നെ കാണാൻ വന്നു. അവർ തൻ്റെ ജീവിതത്തിൻ്റെ പഴയകാലം മുഴുവനും എടുത്തിട്ട് വാരി അലക്കി. സമൂഹം തന്നെ വിമർശിച്ചു. നിന്ദയും പരിഹാസവും. 7ാമത്തെ കഷ്ടം, കള്ളന്മാർ, അന്യാരാധനാ ശക്തികൾ, പൊളിറ്റിക്കൽ ജാതീയ ശക്തികൾ. കാറ്റ് വന്ന് കുടുംബം തകർത്തു, ആരോഗ്യം തകർന്നു, സ്വന്തം കുടുംബം ഒറ്റപ്പെടുത്തി, സമൂഹം പരിഹസിച്ചു. 7 കഷ്ടതകൾ. 42 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 7 കഷ്ടതകൾ ഒന്നിനു പിറകെ ഒന്നായി. അടിക്കാവുന്ന എല്ലാ വിധത്തിലും അടിച്ചു. പക്ഷേ 42-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എൻ്റെ യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫാസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിൻ്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. ഇവരുമായിട്ട് ദൈവത്തിന് എന്തുവാ കണക്ഷൻ? എന്തേലും ഉണ്ടോ? നീ എൻ്റെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞോ? നീയും നിൻ്റെ 2 കൂട്ടുകാരും. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, നിൻ്റെ മറ്റേ കൂട്ടുകാരൻ ഇയ്യോബ്. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, എൻ്റെ ദാസനായ ഇയ്യോബ്. ഇവർക്ക് 3 പേർക്കും ദൈവവുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? പക്ഷേ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇയ്യോബിനെ കുറിച്ചൊരു ഇത് ദൈവം പറഞ്ഞു, അവൻ എൻ്റെ സ്റ്റാഫാ. 7 കഷ്ടതകൾ കഴിഞ്ഞിട്ടും 42 അധ്യായങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇയ്യോബിൻ്റെ നീതി
നിലനിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, ഞാനൊരു സാഹചര്യം നിങ്ങളോട് പറയാം. ആമേൻ. ഞാൻ ഈ 6-7 കാര്യങ്ങൾ പറയുമ്പോൾ 7 കാര്യങ്ങളിലും അതിതീവ്രമായിരിക്കുന്ന വേറെ ഒരു പ്രതിസന്ധി ഇയ്യോബ് സഹിച്ചു. എന്താണെന്നറിയാമോ? ആമേൻ. ആടുമാടുകൾ തീ വന്നതിനെക്കാട്ടിലും, കാറ്റ് വന്നതിനെക്കാട്ടിലും, കള്ളന്മാർ വന്നതിനെക്കാട്ടിലും, കൽദയന്മാർ വന്നതിനെക്കാട്ടിലും, ഭാര്യ പറഞ്ഞതിനെക്കാട്ടിലും, സ്നേഹിതന്മാർ പറഞ്ഞതിനെക്കാട്ടിലും ഇയ്യോബിനെ ഏറ്റവും വിഷമിപ്പിച്ചത് എന്തായിരിക്കുമെന്നറിയാമോ? എന്തായിരിക്കും ഇയ്യോബിനെ ഏറ്റവും വിഷമിപ്പിച്ചത്? ഈ 42 അധ്യായങ്ങളിൽ ദൈവം ഒരു വാക്കും മിണ്ടിയില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നിശബ്ദത. നീണ്ട മാസങ്ങൾ, വർഷങ്ങൾ ദൈവം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിശബ്ദനായിരുന്നു. പക്ഷേ ഇയ്യോബിൻ്റെ നീതി നിലനിന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, ഉറക്കമില്ലാത്ത രാത്രികളും ഭയാനകമായ ചിന്തകളും നിരാശകളും ഏകാന്തതകളും മടുത്തുപോയ കുടുംബജീവിതമോ കുറ്റപ്പെടുത്തുന്ന സമൂഹവും നിശബ്ദനായ ദൈവവും നിൻ്റെ മുമ്പിൽ നാളുകൾ കടന്നുപോയേക്കാം. പക്ഷേ കഷ്ടതയുടെ എരുതിയിൽ വെന്തുപോകാത്ത ഒന്നുണ്ട്, അത് നിൻ്റെ നീതിയാണ്. നിൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. ഏത് പ്രതിസന്ധിക്കകത്തുകൂടെ നീ കടന്നുപോയെന്നിരിക്കട്ടെ, ഏത് വെല്ലുവിളിക്കകത്തുകൂടെ നീ കടന്നുപോയെന്നിരിക്കട്ടെ, ആമേൻ, അത് നിന്റെ സമ്പത്തിനെ ഇല്ലാതാക്കിയേക്കാം, അത് നിന്റെ മാന്യതയെ ഇല്ലാതാക്കിയേക്കാം, അത് നിന്റെ ബന്ധങ്ങളെ ഇല്ലാതാക്കിയേക്കാം, അത് നിന്നെ പല വിധത്തിലും ഒറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ നിന്റെ നീതി അത് നിലനിൽക്കുക തന്നെ ചെയ്യോ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ നീതി നിലനിൽക്കോ, എൻ്റെ നീതി നിലനിൽക്കോ? കഷ്ടതകൾക്ക് എൻ്റെ നീതിയെ തകർക്കാൻ കഴിയത്തില്ല. പ്രതിസന്ധികൾക്ക് എൻ്റെ നീതിയെ തകർക്കാൻ കഴിയത്തില്ല. നിന്ദകൾക്ക് എൻ്റെ നീതിയെ തകർക്കാൻ കഴിയത്തില്ല. ഒരു സംഗതിക്കും എൻ്റെ നീതിയെ തകർക്കാൻ കഴിയത്തില്ല. എൻ്റെ സഹോദരങ്ങളെ, കഷ്ടത എൻ്റെ നീതിയെ തകർക്കത്തില്ല. കഷ്ടത എൻ്റെ നീതിയെ തകർക്കത്തില്ല. മരണപര്യന്തം ഞാൻ നീതിയുള്ളവനായിരിക്കും. കാരണം കഷ്ടതയ്ക്ക് തകർക്കാൻ കഴിയാത്തൊരു നീതി ദൈവം എൻ്റെ മേലിട്ടിട്ടുണ്ട്. 2 ഒരു മനുഷ്യൻ്റെ കഷ്ടത മാത്രമല്ല അവൻ്റെ നീതിയെ തകർക്കുന്നത്. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. സ്തോത്രം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ കഷ്ടത മാത്രമല്ല, പകരമോ പ്രലോഭനങ്ങൾ നമ്മുടെ നീതിയെ തകർക്കാം. സ്തോത്രം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാനിതാ ഇവിടെ നിൽക്കുന്നു, ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തൻ്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തൻ്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? ആമേൻ. എനിക്കെതിരെ സാക്ഷി ഉയരിപ്പീൻ, ഞാൻ മടക്കിത്തരാം. ഇത് പറയുന്നത് ആരാണെന്നറിയാമോ? ശമൂവേൽ പ്രവാചകനാണ്. ശമൂവേൽ പ്രവാചകൻ വളർന്നു വന്ന് ജനിച്ച സ്ഥലം ഏതാണെന്നറിയാമോ? പരിഹാസികളായിട്ടുള്ള പെനിന്നയുടെ മക്കളുടെ ഇടയിലാണ് ആര് വളർന്നു വന്നത്? സ്തോത്രം. ശമൂവേൽ വളർന്നു വന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. സ്തോത്ര. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏത് കിൻഡർ ഗാർട്ടനിൽ വിട്ടാൽ എൻ്റെ ദൈവമേ അവർ തെറ്റിപ്പോകാതിരിക്കുമെന്ന് നിങ്ങൾ വ്യാകുലപ്പെടണ്ട. പരിഹാസിയായ പെനിന്നയുടെയും മക്കളുടെയും കൂട്ടത്തിലാണ് ആര് വളർന്നു വന്നത്? ശമൂവേൽ വളർന്നു വന്നത്. സ്തോത്ര. അബ്രഹാം പരിഹാസിയായ ഇസ്മായേലിനെയും ഹാഗാറിനെയും പുറത്താക്കി കളഞ്ഞു. പക്ഷെ ഹന്ന എന്തോ ചെയ്തെന്നറിയാമോ? പരിഹാസിയായ പെനിന്നയുടെയും മക്കളുടെയും ഇടയിൽ നിന്ന് ശമൂവേലിനെ കൊണ്ട് ദൈവാലയത്തിൽ കൊടുത്തു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ ചിലരെ പുറത്താക്കാൻ പാടുപെടണ്ട. പകരം നീ ദൈവാലയത്തിലേക്ക് അങ്ങോട്ട് അറ്റാച്ച് ആയാൽ മതി. നീ ചിലരെ തകർക്കാൻ നിൽക്കണ്ട. പകരം നീ ദൈവ സാന്നിധ്യത്തിലേക്ക് അറ്റാച്ച് ആയാൽ മതി. സ്തോത്ര. കണ്ടോ, അബ്രഹാം ഹാഗാറിനെയും ഇസ്മായിലിനെയും പുറത്താക്കുമ്പോൾ സ്തോത്ര, ഹന്ന എന്ത് ചെയ്യുകയാണ്? ദൈവാലയത്തിലേക്ക് കുറച്ചും കൂടെ അടുക്കുകയാണ്. എന്നിട്ട് ദൈവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ എന്താ കിട്ടിയതെന്നറിയാമോ? ആമേ, അവിടെ അധർമ്മികളായിരിക്കുന്ന ഏലിയുടെ 2 മക്കൾ. പക്ഷെ അതിൻ്റെ നടുവിലോ ശമൂവേലിൻ്റെ നീതി നിലനിന്നോ? ശമൂവേലിൻ്റെ നീതി നിലനിന്നോ? നാളുകൾ കഴിഞ്ഞുപോയി, വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇപ്പോൾ പ്രവാചക ദൗത്യത്തിൻ്റെ അന്ത്യത്തിലേക്ക് കടന്നു വരികയാണ്. ഏതാണ്ട് ഇത് പറയുമ്പോൾ ശമൂവേലിന് 65 വയസ്സുണ്ടായിരുന്നെന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം ഒരു 15 വർഷം താൻ റിട്ടയർമെൻറ്റ് പീരീഡ് ആയിരുന്നു. അതിനുശേഷം 80-ാമത്തെ വയസ്സിനോട് അടുക്കുമ്പോഴാണ് ശമൂവേൽ മരിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ തൻ്റെ 65-ാമത്തെ വയസ്സിൽ തൻ്റെ ശുശ്രൂഷ ദാവീദിനെ കൈമാറി താൻ പിൻവാങ്ങുമ്പോൾ ശമൂവേൽ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് താൻ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിലെ
ആരുടെയെങ്കിലും കാളയെയോ കഴുതയോ അപഹരിച്ചിട്ടുണ്ടോ? കാളയും കഴുതയും ഏറ്റവും പാവപ്പെട്ടവൻ്റേതാണ്. ഇനി അടുത്തതായി പറയാണ്, കാളയും കഴുതയൊക്കെ അഴിച്ചുകൊണ്ട് വന്ന നാട്ടുകാരുമാണോ? അത് പാവപ്പെട്ടവൻ്റെ അടുത്ത് പോയി മേടിച്ചെന്ന് പറയും. ഇല്ല, ഞാൻ ഏതെങ്കിലും സമ്പന്നൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിച്ചിട്ടുണ്ടോ? അവിടെ ശമൂവേൽ പറയുകയാണ്, കാലം ഇത്ര കഴിയുമ്പോൾ ന്യായാധിപ യുഗം അവസാനിക്കുകയാണ്. ന്യായാധിപന്മാരുടെ കാലത്ത് പലരും തെറ്റിപ്പോയിട്ടുണ്ടെന്ന്, ന്യായാധിപന്മാരുടെ കാലത്ത് പല നാശവും വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുക. പക്ഷെ ഞാൻ നിങ്ങളോട് തിരിച്ചു പറയുന്നു, എൻ്റെ നീതി നിലനിൽക്കുന്നു. ഇന്ന് രാത്രി, ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, ഒരു സാഹചര്യമോ എൻ്റെയോ എൻ്റെ തലമുറകളുടെയോ നീതി നശിപ്പിച്ച് കളയുകയില്ല. എൻ്റെയോ എൻ്റെ തലമുറകളുടെയോ നീതി ഒരു സാഹചര്യത്തിലും നശിപ്പിക്കപ്പെടത്തില്ല. ഞാൻ രണ്ട് ഭാഗങ്ങളാണ് പറഞ്ഞത്, പ്രതികൂലവും പ്രലോഭനവും. പ്രതികൂലത്തിലും നമ്മുടെ നീതി തകർക്കപ്പെടത്തില്ല, പ്രലോഭനത്തിലും നമ്മുടെ നീതി തകർക്കപ്പെടത്തില്ല. ഇത് രണ്ടും കൂടെ ഒരു മനുഷ്യൻ്റെ നേരെ വന്നാലോ, അങ്ങനെ വന്ന ഒരു മനുഷ്യനാണ് ദാനിയേൽ. സ്തോത്രം. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ ഇക്കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ട് 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ച് വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീങ്ങി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. കൽദേ ദേശത്ത് ചെന്നിട്ടും ദാനിയേലിൻ്റെ നീതി നിലനിന്നു. ദാനിയേലിൻ്റെ നീതി അവിടെ നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം? ദാനിയേലിൻ്റെ തീരുമാനമല്ല, പകരം ദാനിയേൽ ശാഖപദാർത്ഥം മാത്രം കഴിച്ച ആ 10 ദിവസങ്ങൾക്കകത്ത് ദൈവം ദാനിയേലിൻ്റെ മുഖത്ത് എന്തോ കൊടുത്തു, ഒരു വല്ലാത്ത അഴകും ഒരു വല്ലാത്ത പുഷ്ടിയും കൊടുത്തു. എന്തിനു വേണ്ടി? ടു മെയിൻറ്റെയിൻ, ടു കീപ് ഹിസ് സാങ്ക്ടിറ്റി, ഹിസ് റൈച്ചസ്നെസ്. ദാനിയേൽ, നിൻ്റെ നീതി എങ്ങനെയാണ് നിലനിന്നത്? നിൻ്റെ തീരുമാനം കൊണ്ടാണോ? നിൻ്റെ ഉറപ്പ് കൊണ്ടാണോ? നിൻ്റെ ധൈര്യം കൊണ്ടാണോ? ദാനിയേൽ പറയും, അല്ല, ഞാൻ തീരുമാനമെടുത്തപ്പോൾ എൻ്റെ മുഖത്ത്, എൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചു. ഇന്ന് പകൽ തിരിച്ചറിയണം, നിൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന കൃപയ്ക്കകത്ത്, നിൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ബലത്തിനകത്ത് നിൻ്റെ നീതിയെ ദൈവം നിലനിർത്തും. ഇന്ന് പകൽക്കാലം നിന്റെ നീതിയെ നിലനിർത്തുവാൻ തക്കവണ്ണം നിന്റെ ശരീരത്തിന്മേൽ അവൻ ഒരു ക്രിയ ചെയ്യുവാൻ കഴിയുന്നവനാണ്. 10 ദിവസത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ദാനിയേലിൻ്റെ മുഖത്ത്, ദാനിയേലിൻ്റെ ശരീരത്തിൽ മുഴുവനും എന്ത് സംഭവിച്ചോ? ഒരു വിസിബിൾ ചേഞ്ച് കാണാൻ തുടങ്ങി. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു, എൻ്റെ നീതി നിലനിൽക്കത്തക്കവണ്ണം എൻ്റെ ശരീരത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും? എൻ്റെ നീതി നിലനിൽക്കത്തക്കവണ്ണം എൻ്റെ ശരീരത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. അതൊരു ഹീലിംഗ് ആകട്ടെ, അതൊരു ഡെലിവറൻസ് ആകട്ടെ, അതൊരു സ്ട്രെങ്ത് ആൻഡ് എംപവറിംഗ് ആകട്ടെ, എന്തുമായിരിക്കട്ടെ, എൻ്റെ നീതി നിലനിൽക്കത്തക്കവണ്ണം എൻ്റെ ദൈവം എൻ്റെ ശരീരത്തിൽ ചിലത് ചെയ്യും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രം Salma harthana mahatana bahalarara ralbona katala balais prabhajanam teradia ramdana jagartanam prabalbaturi bina prabash mahateriya las mahatana gadagajanadagam prabartheniya larthaniya. നിന്റെ നീതി എന്നേക്കും നിലനിൽക്കുക. അത് നിന്റെ ശരീരത്തിൽ വീഴുന്ന ദൈവിക ആരോഗ്യമായിരിക്കുക. അത് നിന്റെ ശരീരത്തിൽ വീഴുന്ന ദൈവത്തിന്റെ ശക്തി ആയിരിക്കുക. അത് നിന്റെ ശരീരത്തിൽ വീഴുന്ന ദൈവത്തിന്റെ സൗഖ്യം. ദാനിയേലിന്റെ നീതി 2 വിധത്തിലാണ് നിലനിന്നത്. ഒന്ന്, ദാനിയേലിന്റെ നീതി നിലനിന്നത് തൻ്റെ ശരീരം പുഷ്ടിപ്പെട്ട് തൻ്റെ മുഖം അഴകുള്ളതായപ്പോഴാണ്. എന്നാൽ അത് 10 ദിവസത്തെ പരീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ വീണ്ടും ദാനിയേലിന്റെ നീതി പരീക്ഷിക്കപ്പെടുകയാണ്. ദാനിയേലിന്റെ നീതി പരീക്ഷിക്കപ്പെടുമ്പോൾ ആ പരീക്ഷ എത്ര നേരം ഉണ്ടായിരുന്നു എന്നറിയാമോ?
ഒരു രാത്രി നീണ്ട പരീക്ഷയായിരുന്നു. ഒരു രാത്രി സിംഹങ്ങളുടെ ഗുഹയിലേക്ക് എറിയപ്പെട്ട ദാനിയേൽ എന്ന മനുഷ്യൻ. പക്ഷേ ആ രാത്രി ദാനിയേൽ കിടന്ന സിംഹഗുഹയിലെ സകല സിംഹവായികളെയും ദൈവം പൂട്ടിക്കെട്ടി സ്വർഗത്തിലെ ദൂതനെ ഇറക്കി നിർത്തി. 6-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തിയോടുകൂടെ ഇരിക്കണമെന്ന് തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനുമാകുന്നു. ദാനിയേൽ, നിന്റെ നീതി എങ്ങനെയാണ് നിലനിന്നത്? ദാനിയേൽ പറയും, എന്റെ ശരീരത്തിനകത്തൊരു പുഷ്ടിയുണ്ടായി, എന്റെ മുഖത്തൊരു അഴകുണ്ടായി. അങ്ങനെ ദൈവം എന്റെ നീതിയെ സൂക്ഷിച്ചോ. പിന്നെ അടുത്ത സ്റ്റേജിൽ എങ്ങനെയായിരുന്നു? എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു കളഞ്ഞു. ആകയാൽ എന്റെ നീതി നിലനിൽക്കുന്നു. ഇന്ന് പകൽ എക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ നീതി നിലനിൽക്കോ? എന്റെ നീതി നിലനിൽക്കോ? അത് ഡൊമീഷ്യൻ ആകട്ടെ, പേർഷ്യൻ ആകട്ടെ, അത് കൽദയ സാമ്രാജ്യമാകട്ടെ, ഇന്ന് പകൽക്കാല നിന്റെ നീതി നിലനിൽക്കുക തന്നെ ചെയ്യും. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് ഈ വാക്യത്തിലേക്ക് തന്നെ തിരികെ വരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം ഒരു മനുഷ്യനെ നീതിമാനെന്ന് സാക്ഷീകരിച്ചാൽ, എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എബ്രായർ 11:4 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വിശ്വാസത്താൽ ഹാബേൽ കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോ ഹാബേലിന്റെ നീതി നശിച്ചു പോയോ? ഹാബേലിന്റെ നീതി നശിച്ചു പോയോ? ഇല്ല. ഹാബേലിന്റെ നീതി മരണത്തിന് ശേഷവും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 14:13 കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്: ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കട്ടെ, അവരുടെ പ്രവർത്തികൾ അവരെ പിന്തുടരുകയാകുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുകയാകുന്നു: അമ്മേ, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളത്രേ. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ 19:8 ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളത്രേ. അപ്പോൾ ഈ നീതി നിലനിൽക്കാം. മരണം കൊണ്ട് നമ്മുടെ ശരീരം അഴുകിപ്പോയേക്കാം, മരണം കൊണ്ട് നമ്മുടെ മണ്ണാകുന്ന ഈ ശരീരം ദ്രവിച്ചു പോയേക്കാം. പക്ഷെ നമ്മുടെ നീതി എന്ത് ചെയ്യത്തില്ല, അമ്മേ, നശിച്ചു പോകത്തില്ല. അമ്മേ, ഇവിടെ നാം ചെയ്യുന്ന നീതി, ഇവിടെ നാം സൂക്ഷിക്കുന്ന നീതി, ഇവിടെ ദൈവം നമ്മുടെ മേൽ ഇട്ട ആ നീതി സ്വർഗത്തിൽ തേജസ്സിന്റെ വസ്ത്രമായി നമ്മുടെ മേൽ മിന്നി പ്രകാശിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞ 3 ഭാഗങ്ങളെ വേഗത്തിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുക. 1, അതെൻ്റെ തലമുറകളിൽ ആ നീതി നിലനിൽക്കുക. 2, ഏത് കഷ്ടവും പ്രയാസവും പ്രതികൂലവും പ്രലോഭനവും വന്നാൽ ആ നീതി എൻ്റെ മരണം വരെ നിലനിൽക്കുക. അതുകൊണ്ടാണ് യൂദ 24 പറഞ്ഞത്: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമയുടെ സന്നിധാനത്തിങ്കൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവനായി നിർത്തുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. ദൈവം ശക്തിയുള്ളവനാണ്. അമ്മേ, അത് എങ്ങനെ സംഭവിക്കുക? അതെങ്ങനെ സംഭവിക്കുക? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരിക, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുക. ആകയാൽ ഉളവാകുന്ന വിശുദ്ധ പ്രജ, ആകയാൽ ഉളവാകുന്ന നീതിക്കകത്ത് നീ നീതിമാനായിരിക്കുക. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ഇന്ന് പകൽക്കാലം അധരം തുറന്ന് കൺഫസ് ചെയ്താട്ടെ: എന്റെ നീതി നിലനിൽക്കുക. അതരം തുറന്ന് ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ: എന്റെ നീതി നിലനിൽക്കുക, എന്റെ നീതി നിലനിൽക്കുക, എന്റെ നീതി നിലനിൽക്കുക, എന്റെ നീതി നിലനിൽക്കുക. ഇന്ന് പകൽക്കാലം ആ നീതി നിന്നിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ, ആ നീതി നിന്നിൽ നിന്ന് ഇല്ലാതാക്കി കളയുവാൻ നീ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം, നീ കടന്നു പോകുന്ന കഷ്ടതകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ആ കഷ്ടതകൾക്ക് നിന്റെ നീതിയെ തകർക്കാൻ കഴിയത്തില്ല. ആ നീതിയെ തകർക്കാൻ കഴിയത്തില്ല. ആ നീതിയെ തകർക്കാൻ കഴിയത്തില്ല. His righteousness endureth forever. നിന്റെ നീതി നിലനിൽക്കുക. ഇന്ന് പകൽ പറഞ്ഞാട്ട്: പ്രതികൂലങ്ങളിൽ എൻ്റെ നീതി
തകരത്തില്ല. പ്രതിസന്ധികളിൽ എൻ്റെ നീതി ഇല്ലാതെ പോകത്തില്ല. പോരാട്ടങ്ങളിൽ എൻ്റെ നീതി ഇല്ലാതെ പോകത്തില്ല. എൻ്റെ നീതി നിലനിൽക്കുക തന്നെ ചെയ്യാം. എൻ്റെ നീതി നിലനിൽക്കുക തന്നെ ചെയ്യാം. എൻ്റെ നീതി നിലനിൽക്കുക. എൻ്റെ തലമുറകൾ എൻ്റെ നീതിയെ ക്യാരി ചെയ്യുക. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ നീതിയെ ക്യാരി ചെയ്യുക. ഇന്നിൻ്റെ വേദനയിൽ എൻ്റെ വിശ്വാസം ആടി ഉലയത്തില്ല. ഇന്നിൻ്റെ പോരാട്ടങ്ങളിൽ എൻ്റെ പിടിവള്ളികൾ എത്ര അഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിലുള്ള എൻ്റെ ധൈര്യം ക്ഷയിക്കത്തില്ല. അടഞ്ഞ കണ്ണുകളോടെ തുറന്ന അധരങ്ങളോടെ ഒരു നിമിഷം അന്യഭാഷകളിൽ സംസാരിച്ച് പ്രാർത്ഥിച്ച് കയറി വന്നാട്ടെ. ദാനിയേലിന്റെ നീതി നിലനിൽക്കണമെങ്കിൽ ദാനിയേലിന്റെ ശരീരത്തിൽ ഒരു ദൈവകൃപ വെളിപ്പെടണമായിരുന്നു. ദാനിയേലിന്റെ നീതി നിലനിൽക്കണമെങ്കിൽ സിംഹങ്ങളുടെ വായ് ദൂതനിറങ്ങി അടയ്ക്കണമായിരുന്നു. ഇന്ന് പകൽക്കാല നിന്റെ ശരീരത്തിന് വേണ്ടി ദൈവം ചിലത് ചെയ്യുന്നത്, നിന്റെ സിംഹങ്ങളുടെ വായ ദൈവം അടയ്ക്കുന്നത്, നിന്റെ നീതി നിലനിൽക്കണമെന്നുള്ളത് അത് ദൈവത്തിന്റെ പദ്ധതിയാ, അത് ദൈവത്തിന്റെ തിരുവിഷ്ടമാ. അത് നിറവേറുവാൻ തക്കവണ്ണ ഇന്ന് രാത്രി ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഒരു നിമിഷം അധരം തുറന്ന് അന്യഭാഷകളിൽ അതിന് കഴിയുന്നില്ലെങ്കിൽ എൻ്റെ നീതി നിലനിൽക്കും. അതരം തുറന്ന് തലമുറകൾ നീതിയിൽ നിലനിൽക്കുക. എൻ്റെ മരണം വരെ ഞാൻ നീതിയിൽ നിലനിൽക്കുക. എൻ്റെ ശുശ്രൂഷ നിലനിൽക്കുക. എൻ്റെ മേൽ ദൈവമിട്ട പദ്ധതികൾ നിലനിൽക്കുക. ഒരു പോരാട്ടത്തിലും അത് തകരത്തില്ല. ഒരു പ്രതികൂലത്തിലും അത് തകരത്തില്ല. അതരം തുറന്ന് ശക്തമായി പ്രാർത്ഥിച്ചു കയറി വന്നാട്ടെ. എല്ലാ നിന്റെ നീതിയെ തകർത്ത് കളയാൻ, നിന്റെ പേരിനെ കെടുത്തു കളയാൻ, നിന്റെ മഹത്വത്തെ ഇല്ലാതാക്കുവാൻ ഏത് അന്ധകാര ശക്തികൾ വട്ടമിട്ട് നിഴലിടുന്നെങ്കിലും ഇന്ന് രാത്രികാലം ദൈവിക അധികാരത്തിൽ അതിനെ ഛേദിക്കട്ടെ, ഛേദിക്കട്ടെ, ഛേദിക്കട്ടെ. മൗനമായിരിക്കുകയല്ല, നിസ്സാരമായിരിക്കുകയല്ല. നീ ഒരു നീതിമാനാണ്. നിന്റെ തലമുറ നീതിയുള്ളവരാണ്. നിന്റെ കുടുംബം നീതിയുള്ളതാണ്. നിന്റെ സഭ നീതിയുള്ളതാണ്. തലമുറയായി തലമുറയായി നിലനിൽക്കുന്ന ഒരു നീതിയുടെ അഭിഷേകം. ഇന്ന് പകൽ ദാനിയേലിന്റെ നീതി സംരക്ഷിക്കുവാൻ തക്കവണ്ണം ദാനിയേലിന്റെ ശരീരത്തിന്മേൽ, അവന്റെ മുഖത്തിന്മേൽ, അവന്റെ ശരീരത്തിന്മേൽ ഒരു പുഷ്ടിയിട്ട്, ഒരു ആരോഗ്യമിട്ട്, ഒരു ഹീലിംഗ് ഇട്ട് ദൈവിക അധികാരം ഇന്ന് പകൽ നിന്റെ നീതി നിലനിൽക്കത്തക്കവണ്ണം നിന്റെ മേൽ receive the healing in anointing, receive the blessing in anointing, receive the glory in anointing, receive the deliverance in anointing. അന്യഭാഷകളിൽ തന്നെ സംസാരിച്ചു കൊണ്ട് നിൽക്കട്ടെ. അന്യഭാഷകളിൽ തന്നെ സംസാരിച്ചു കൊണ്ട് നിൽക്കട്ടെ. പ്രവചനം പ്രാപനം ഭൂരകം അടികം പ്രവാചകം പേരകം ശൂലധാരി ഘടക അർത്ഥമാന ജീഗദാന വൈഡ വാദരക്ഷികാല ധീര അതന മനക ജിഗര ഘടക ഋഗത രംജ രംജരാധി അൽത്തനാജരപ്തരാധി അത്തുര സഭ പ്രവർത്തേരി അത്തന ശലം ധനാധി അധനാധന സഭ പ്രവർത്തേ ലംധനാചരം പ്രവർത്താനകലവടമ പ്രവർത്താനി. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപ കൃപയോന്ന് ആശ്രയ ഹല്ലേലൂയ. കൃപ കൃപയോന്ന് ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും ശബലം ഓർത്തല്ലോ ഘോര വൈരിയല്ലോ തന്റെ കൈകളിൽ ആശ്രനെ ചേർത്തല്ലോ. സ്വതഗീതം പാടിടും ഞാൻ തന്റെ
കൈകളിൽ യേശുവിനെ ചേർത്തല്ലോ. ശബലം ധരം ധരം ധരഗതരം കടമോ. എഴുന്നേറ്റ് നിന്ന് കരമടിച്ചു. ആശ്രയ ഹല്ലേലൂയ. കൃപ കൃപയോന്ന് ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുഭവം എന്റെ നീതി നിലനിൽക്കുന്നു. അതൊരു കാറ്റിനകത്ത് വാരിയിടയില്ല. തിരുജീവനെ പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവരെന്നാലും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവരെന്നാലും. തവ ജീവനെ തന്നവരിനിയേ കൃപയാണ് തുമന്റെ. തിരുജീവനെ കൃപയാണ് തുമന്റെ. ശക്തമായ അന്യഭാഷകളിൽ ദൈവകൃപയുടെ മഹത്വത്തെ വന്നാലും നിന്റെ ശരീരത്തിന്റെ അനുഭൂമിയിൽ ആനന്ദ ഇരുൾ പാതയിൽ അനുദിനമൊഴി നൽകോ കൃപയോ മനാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിനമൊഴി നൽകോ കൃപയോ ആശ്രയം. ഹല്ലേലൂയ. കൃപയോ ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാ ശബലം മതിയെന്നാലോ. വൈരികൾ എതിരുയർന്നാലോ ഉയർന്നാലോ. ഒരു നിമിഷം. ആകാശത്ത് നിന്നിറങ്ങുന്ന തീക്ക് ഇയ്യോബിന്റെ ആട്ടിൻകൂട്ടത്തെ കത്തിക്കാൻ കഴിയും. ശെബായർക്ക് ഇയ്യോബിന്റെ ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ കഴിയോ? കള്ളന്മാർക്ക് ഇയ്യോബിന്റെ കഴുതകളെ പിടിച്ചു കൊണ്ടുപോകാൻ കഴിയോ? പക്ഷേ ദൈവമിട്ട നീതി, ദൈവമിട്ട മഹത്വത്തെ തൊടാൻ കഴിയുകയില്ല. ശബ്ദരാജാർത്ഥാനിയ. ഒരു സീസണിലേക്ക് ഇയ്യോബിനെ കെട്ടിയടച്ച് ചാരത്തിനകത്തിരുത്താൻ കഴിഞ്ഞേക്കും. പക്ഷേ പുൻവായ്ക്കൾ പൊട്ടിയ മനുഷ്യൻ, അവൻ നാറ്റം പിടിച്ച മനുഷ്യൻ ചാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പിന്നെയും 7 പുത്രന്മാരെയും 3 പുത്രിമാരെയും ജനിപ്പിക്കുമ്പോൾ വിളിച്ചു പറയുകയായിരുന്നു, നിന്റെ ശക്തിയെ, നിന്റെ പുരുഷത്വത്തെ, നിന്റെ ആരോഗ്യത്തെ നിനക്കെതിരെ ശത്രു ഉയർത്തുന്നു. ഒരു രോഗത്തിനോ, ഒരു ആയുധത്തിനോ, ഒരു ബന്ധനത്തിനോ അത് തകർക്കാൻ അത് സാധ്യമല്ല. ജീസസ്. ഇയ്യോബിനുള്ളതെല്ലാം ദൈവം ഇരട്ടിയായി കൊടുത്തു. ആടുകളും കന്നുകാലികളും ഒട്ടകങ്ങളും കഴുതകളും സമ്പത്തും തന്റെ ബൗണ്ടറീസിനെ എല്ലാം എൻലാർജ് ചെയ്തു. പക്ഷെ ഒരു കാര്യം മാത്രം ദൈവം ഇരട്ടിയായി കൊടുത്തില്ല, മക്കളെ മാത്രം. പക്ഷെ നിത്യതയുടെ കവാടം തുറക്കുമ്പോൾ ഇയ്യോബിന് 7 3 10 പിള്ളേരല്ല, 14 7 20 പിള്ളേര് കാണോ. അപ്പോ ഇയ്യോബ് പറയോ, എന്റെ നീതി ഇതാ എന്നേക്കും നിലനിൽക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ, നിന്റെ നീതി നിലനിൽക്കുന്നതാണെങ്കിൽ ഒരു സീസണിലേക്ക് നിന്റെ ഫിനാൻഷ്യൽ റല, നിന്റെ മെറ്റീരിയൽ ബ്ലെസ്സിംഗ്, നിന്റെ സകല മേഖലകളോ പിശാച് അടച്ചേക്കാം. പക്ഷേ നിന്റെ നീതി നിലനിൽക്കുന്നതാണെങ്കിൽ a restoration in double fold blessing, a restoration in double fold blessing.
ഓ ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിനം ഒളി നൽകും. കരമടിച്ച് ശക്തിയോടെ ഇരുൾ പാതയിൽ അനുദിനം കരമടിച്ച് ശക്തിയോടെ ശബലം ജലഭൗതിക കൃപയൊന്ന് ആശ്രയം. ഹാലലുയ കൃപയൊന്ന് ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലോ, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലോ, ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിനം ഒളി നൽകും. കൃപയൊന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിനം ഒളി ശോലം ശക്തിയോടെ കൃപയൊന്ന് ആശ്രയം. ഹാലലുയ കൃപയൊന്ന് ആനന്ദമാൻ. വൈരികൾ വന്നാലോ എതിരുയർന്നാലോ കൃപ. വൈരികൾ വന്നാലോ ഒരിക്കൽ കൂടെ പ്രതികൂലങ്ങൾ അനവധി വന്നാലോ അനുകൂലമെനി യേശു എന്നാലോ, പ്രതികൂലങ്ങൾ അനവധി വന്നാലോ അനുകൂലമെനി യേശു എന്നാലോ, തിരുജീവന് തന്നവനിനി മേലോ കൃപയാൽ നടത്തുമെന്ന്. തിരുജീവന് തന്നവനിനി കൃപയാൽ നടത്തുമെന്ന്. ഓ കൃപയോ ആശ്രയം. ഹല്ലേലൂയ കൃപയോ ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. എന്റെ താഴ്ചയിൽ അവൻ എന്നെയോ തെല്ലോ ഘോരമായി നീയൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ എന്നെ ചേർത്തല്ലോ.